നിപ്പ, മസ്തിഷ്ക ജ്വരം, ഇതിൻ്റെയൊക്കെ മരണനിരക്ക് കേരളത്തിൽ കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രം കൊണ്ടായോ സാർ? രണ്ടിൻ്റെയും ഉറവിടം കണ്ടെത്തുന്നതിൽ വകുപ്പ് ദയനീയമായി പരാജയപ്പെട്ടു സാർ. രോഗം വന്നിട്ട് ചികിത്സിക്കലല്ല, രോഗം എങ്ങനെ വരാതിരിക്കണം എന്ന് നോക്കണ്ടേ സാർ? പഞ്ചായത്തുകളെ അടക്കം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു കർമ്മ പദ്ധതി ഇതുവരെ തയ്യാറാക്കാൻ ആരോഗ്യ വകുപ്പിന് സാധിച്ചിട്ടില്ല. ഈ പ്രമേയം അവതരിപ്പിച്ച ബഹുമാന്യനായിട്ടുള്ള പ്രമേയ അവതാരകൻ അദ്ദേഹം ഇവിടെ ഇല്ലേ? ഉണ്ട്. അദ്ദേഹം പാലക്കാട് ജില്ലയിൽ നിന്നാണല്ലോ, മണ്ണാർക്കാടാണല്ലോ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം. സർ, ഇത് സംസ്ഥാന സർക്കാർ ഹരിത കേരള മിഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. ഈ ഡോക്യുമെന്റിൽ 14 ജില്ലകളിലും തദ്ദേശ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി സ്വീകരിച്ച നടപടികൾ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് സർ. ഞാൻ അതിലെ ഒരു കാര്യം ഒന്ന് വായിച്ചോളട്ടെ സാർ. ആകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം പാലക്കാട് 95 ആണല്ലോ. പ്രവർത്തനങ്ങൾ നടന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ എണ്ണം അതും 95 സാർ. തദ്ദേശ സ്ഥാപനങ്ങളിൽ നടന്ന യോഗങ്ങളുടെ എണ്ണം 132, പാലക്കാട് മാത്രമാണ് സാർ പറയുന്നത്. മറ്റു യോഗങ്ങളുടെ എണ്ണം 341, പരിശീലനങ്ങളുടെ എണ്ണം 194. മണ്ണാർക്കാടും അല്പം പോയാൽ മതിയല്ലോ സാർ, അങ്ങയുടെ മണ്ഡലം തന്നെയാണ് അട്ടപ്പാടി. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ക്യാമ്പയിൻ സംബന്ധിച്ച് പ്രത്യേക പത്രക്കുറിപ്പ് ഇറക്കുകയും അട്ടപ്പാടിയിൽ 2025 ഓഗസ്റ്റ് 29 സംഘടിപ്പിച്ച ജില്ലാതല ഉദ്യോഗസ്ഥരുടെയും അട്ടപ്പാടി മേഖലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ യോഗത്തിൽ ക്യാമ്പയിൻ ഫലപ്രദമായി നടക്കുന്നത് സംബന്ധിച്ച് നിർദ്ദേശം നൽകുകയും ചെയ്തു. അങ്ങ് മണ്ഡലത്തിലില്ലേ സാർ? ഇതൊക്കെ അറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിൽ സർക്കാർ ആശുപത്രികളെക്കാൾ ചെലവ് കുറവ് സ്വകാര്യ ആശുപത്രികളിലാണെന്ന് പറയുന്ന പ്രതിപക്ഷ MLA സഭയിൽ കണ്ടു. കോവിഡ് കാലത്തെക്കുറിച്ച് പറയരുതെന്ന് ഭരണപക്ഷത്തോട് പറയുന്ന MLAയെയും കണ്ടു. പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയം തുടർച്ചയായി 2ാം ദിവസവും സഭ ചർച്ച ചെയ്യുന്നതാണ് കണ്ടത്. അവതരണാനുമതി നിഷേധിച്ചാലുടൻ സഭ ബഹിഷ്കരിച്ച് വിഷയം നിലനിർത്താമെന്ന പ്രതിപക്ഷത്തിൻ്റെ കണക്കുകൂട്ടലാണ് ഇവിടെ പൊളിഞ്ഞത്. 3 മണിക്കൂറോളം നീണ്ടുനിന്ന ചർച്ച. അമീബിക് മസ്തിഷ്ക ജ്വരത്തെ മുൻനിർത്തി ആരോഗ്യരംഗമാകെ വെന്റിലേറ്ററിലാണെന്ന പ്രതിപക്ഷത്തിൻ്റെയും ചില മാധ്യമങ്ങളുടെയും നീക്കം ചർച്ചയിലൂടെ തുറന്നുകാട്ടാൻ കഴിയുമെന്ന സർക്കാരിൻ്റെ ആത്മവിശ്വാസമാണ് സഭയിൽ കണ്ടത്. ആരോഗ്യമേഖലയോടുള്ള രാഷ്ട്രീയ വിമർശനങ്ങളും ആരോഗ്യമന്ത്രിയോടുള്ള വിരോധവും കൈമുതലാക്കിയാണ് പ്രതിപക്ഷം നീങ്ങിയത്. ആരോഗ്യരംഗത്ത് ചെയ്ത കാര്യങ്ങൾ, രേഖകളും കണക്കുകളും LDF UDF ഭരണത്തിൻ്റെ താരതമ്യങ്ങളും ഒക്കെയായി സർക്കാർ കളം പിടിച്ചു. 99% മരണനിരക്കുള്ള അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ മരണനിരക്ക് 24% പിടിച്ചു നിർത്താനായതും പ്രതിരോധ പ്രവർത്തനങ്ങളെപ്പറ്റിയും തെറ്റായ മാധ്യമ വാർത്തകളെയും ഒക്കെ പ്രതിപാദിച്ച് ആരോഗ്യമന്ത്രി മറുപടി പറയുമ്പോൾ നിസാര കാരണം പറഞ്ഞ് ഇറങ്ങിപ്പോയ പ്രതിപക്ഷമാണ് നമ്മുടേത്. ആരോഗ്യ പ്രശ്നങ്ങളിൽ തിരുത്തൽ നടപടികൾ വേണമെന്ന ശരിയായ തോന്നൽ പ്രതിപക്ഷത്തിന് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പെരുമാറില്ലായിരുന്നു. ഈ വിധം പ്രതിപക്ഷത്തിൻ്റെ എടുത്തുചാട്ടം AK ആൻ്റണിയെ തന്നെ വെട്ടിലാക്കി. മുത്തങ്ങ സംഭവവും ശിവഗിരിയിലെ പോലീസ് അതിക്രമവും ഇന്നലത്തെ അടിയന്തര പ്രമേയത്തിൽ വലിയ ചർച്ചയായി. പ്രതിപക്ഷത്തിന് കേട്ടിരിക്കേണ്ടി വന്നു. ആൻ്റണിയെയും കരുണാകരനെയും ഒരു വാക്കുകൊണ്ടുപോലും സംരക്ഷിക്കാൻ VD സതീശനായില്ല. വന്ധ്യവയോധികൻ AK ആൻ്റണിക്ക് കാലങ്ങൾക്കു ശേഷം വാർത്താസമ്മേളനം നടത്തി സ്വയം പറയേണ്ടി വന്നു. പ്രതിപക്ഷം സമ്മാനിച്ച ദുര്യോഗം. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് TI മധുസൂദനൻ MLA CPIM, ഡോക്ടർ KP അരവിന്ദൻ പൊതുജനാരോഗ്യ വിദഗ്ധൻ, ശ്രീ റോണി K ബേബി കോൺഗ്രസ് വക്താവ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ്. ഞാൻ ആദ്യം MLAയിലേക്ക്. ശ്രീ മധുസൂദൻ, ഇന്നത്തെ ഈ അടിയന്തര പ്രമേയം അത് പ്രതിപക്ഷത്തിന് അവരുടെ നേട്ടമാണ്. കാരണം അത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ സർക്കാർ നിർബന്ധിതമായി. കാരണം അത് പൊതുമണ്ഡലത്തിൽ വലിയ ചർച്ചയായിരിക്കുന്നു. ആ ചർച്ച നടക്കുന്നത് കൊണ്ട് തന്നെ സർക്കാരിന് വിശദീകരിക്കേണ്ടതുണ്ട്. ആ വിധം പ്രതിപക്ഷം പറഞ്ഞതുപോലെ ആ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന പ്രതിപക്ഷത്തിൻ്റെ നേട്ടമല്ലേ? അവരുടെ ആ അടിയന്തര പ്രമേയത്തിന് വഴങ്ങുന്നു സർക്കാർ. 3 മണിക്കൂറോളം ചർച്ച ചെയ്യുന്നു. ആ നിലയിൽ ഒരു വിജയം, ഒരു നേട്ടം പ്രതിപക്ഷത്തിന് അവകാശപ്പെടാവുന്നതല്ലേ ഇന്നത്തെ ഈ ദിവസം? അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് ഭരണപക്ഷം സന്നദ്ധമായത് സമൂഹം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ, വിശേഷിച്ചും ഇന്ന് ആരോഗ്യമേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, അത് നല്ല നിലയിൽ സമൂഹമാകെ മനസ്സിലാക്കണം എന്ന അർത്ഥത്തിൽ തന്നെയാണ്. ഒരർത്ഥത്തിൽ അടിയന്തര പ്രമേയമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് ഭരണപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കാം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളവർക്ക് ചുട്ട മറുപടിയാണ്
ഞങ്ങൾ ചർച്ചയ്ക്ക് സന്നദ്ധമാണ് എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനം നമ്മളിപ്പോൾ കാണുകയാണ്. 21 വർഷത്തിന് ശേഷം ശ്രീ AK ആൻ്റണി ഞാൻ ചെയ്തതെല്ലാം തെറ്റായിപ്പോയി, എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് കേരളീയ സമൂഹത്തിൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്ന വളരെ സങ്കടമുണർത്തുന്ന ഒരു ചിത്രം നമ്മൾ കാണുകയാണ്. ഈ കോൺഗ്രസ് എന്നാണ് നന്നാവുക എന്നുള്ള ചോദ്യമാണ് യഥാർത്ഥത്തിൽ ആൻ്റണി മുന്നോട്ടേക്ക് വെക്കുന്നത്. കേരളം കഴിഞ്ഞ ഈ 5 വർഷം അല്ലെങ്കിൽ 4.5 വർഷമായി, അതിന് മുൻപത്തെ 5 വർഷം, 9 വർഷത്തിലധികമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, പിണറായി വിജയൻ സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗവൺമെൻറ്റിൻ്റെ കാലം, അതോടൊപ്പം തന്നെ UDF ഭരിച്ചിട്ടുള്ള കാലം, ഇത് രണ്ടും തീർച്ചയായിട്ടും അത് താരതമ്യത്തിന് വിധേയപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. എന്താണ് ഗവൺമെൻറ് നയം? നയപരമായിട്ടുള്ള വ്യത്യാസമുണ്ട് UDFും LDFും തമ്മിൽ, നമുക്കെല്ലാവർക്കും അറിയാം. ബദൽ നയമെന്ന് ഞങ്ങൾ പറയുന്നത് വെറുതെ പറയുന്നതല്ല. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി, സമ്പന്ന ശക്തികൾക്ക് വേണ്ടി എല്ലാ മേഖലയെയും പൊതുമേഖലയെ നിരാകരിച്ചുകൊണ്ടുള്ള സമീപനം സ്വീകരിക്കുകയാണ് കോൺഗ്രസ്. ഇതിൻ്റെ അടിസ്ഥാന നയം അതാണ്. എന്നാൽ പൊതുജനാരോഗ്യ സംവിധാനം ഉൾപ്പെടെയുള്ള പൊതുമേഖലയെ പരമാവധി പരിപോഷിപ്പിച്ച് ജനങ്ങൾക്ക് ഗുണപരമായി മാറ്റുക എന്നുള്ള ബദൽ നയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നയം. അതിലെ ഏറ്റവും പ്രകടമായ ആരോഗ്യ മേഖലയിലെ കാര്യങ്ങൾ ഇവിടെ വളരെ പ്രകടമാണ്. 5 കൊല്ലം UDFിൻ്റെ ഭരണം, കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി അവർ നീക്കിവെച്ചിട്ടുള്ള തുക 20,011 കോടി രൂപയാണ്. ഞാനൊരു കണക്ക് പറഞ്ഞ് ഇത് സമർത്ഥിക്കുന്നതിന് വേണ്ടി മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഗവൺമെൻറ് ഇതിനൊക്കെ പ്രാമുഖ്യം കൊടുക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ 4 വർഷം ഈ ഗവൺമെൻറ് ചെലവഴിച്ചിട്ടുള്ളത് 51,250 കോടി രൂപയാണ്. 5 വർഷം UDF 20,000, 4 വർഷം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 51,250 കോടി രൂപ പൊതു ആരോഗ്യ സംവിധാനത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അമീബിക് മസ്തിഷ്ക ജ്വരം, അതിനെ പ്രതിരോധിക്കാൻ സംവിധാനമില്ല. ഇവിടെ അവതാരകൻ തന്നെ സൂചിപ്പിച്ചു, ആഗോളതലത്തിൽ 99% ഡെത്ത് റേറ്റ് ഈ ജ്വരം ബാധിച്ചാൽ. എന്നാൽ കേരളം എങ്ങനെയാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളത് പ്രകടമാക്കുന്നതാണ് ഈ ഒരു രോഗത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള സംവിധാനം. പക്ഷേ പ്രതിപക്ഷം ഇന്ന് ഈ ചർച്ചയിൽ പറഞ്ഞത് MLA ശരിയായൊരു നിഗമനം സർക്കാരിനില്ല, ആരോഗ്യവകുപ്പിനില്ല എന്നല്ലേ? നമ്മൾ കാണേണ്ടത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 24% ഡെത്ത് റേറ്റ് കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. 24% പേര് മരിച്ചോട്ടെ എന്നുള്ള നിലയിലല്ല, അത്രയും ശ്രമം ഗവൺമെൻറ് നടത്തി. രണ്ടാമത്തൊരു ഭാഗം, ഇന്ത്യയിൽ ഇത് പരിശോധിക്കുന്നതിനുള്ള 5 ലാബുകളാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. അതിലേറ്റവും മികച്ച സൗകര്യങ്ങളുള്ള 3 ലാബുകളാണ് ഇന്ത്യയിലുള്ളത്. അതിൽ മികച്ച സൗകര്യങ്ങളുള്ള പരിശോധനാ സംവിധാനമുള്ള ഏറ്റവും ഹൈടെക് ആയിട്ടുള്ള ലാബ് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ ഇന്ന് അവരുടെ മറുപടിയിൽ വ്യക്തമാക്കി, കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ അമീബിയ പോലുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചറിയുന്നതിന് സഹായകമാവുന്ന പരിശോധനാ സംവിധാനങ്ങൾ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. ഒരു രോഗം വരിക എന്ന് പറയുമ്പോൾ ആ രോഗം മുൻകൂട്ടി ഇന്ന ദിവസം വരും എന്നൊന്ന് ഗണിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗവൺമെൻറ്റിന് കഴിയില്ലല്ലോ. ലക്ഷണങ്ങൾ കണ്ടാൽ അതിനെ പ്രതിരോധിക്കുന്നതിനും അതിന് ഫലപ്രദമായ രീതിയിലുള്ള മറു സംവിധാനങ്ങളും ഉണ്ടാക്കുന്നതിനും ശ്രമിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് നയം. ആ നയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് LDF ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോകുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഞാൻ ശ്രീ റോണി കെ ബേബിയിലേക്ക്, കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് വരാം. ശ്രീ റോണി കെ ബേബി, ഇപ്പോൾ MLA പറഞ്ഞതുപോലെ നിങ്ങൾ ഈ അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നു, എന്നാൽ പിന്നെ അതങ്ങ് ചർച്ച ചെയ്ത് കളയാം. കാരണം സർക്കാർ തന്നെ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണാജനകമായ പല പ്രചാരണങ്ങളും നടക്കുന്നു, അതിലൊരു റോള് പ്രതിപക്ഷത്തിനുണ്ട്, കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അതിലൊരു റോളുണ്ട്, സർക്കാരിൻ്റെ കാഴ്ചപ്പാട് അതാണ്. അപ്പോൾ സർക്കാരിന് ചെയ്ത കാര്യങ്ങൾ പറയാൻ ആത്മവിശ്വാസമുണ്ട് എങ്കിൽ സ്വാഭാവികമായും ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ചർച്ചയ്ക്ക്, അതുകൊണ്ടാണല്ലോ ഭരണപക്ഷത്തെ MLAമാർ പ്രതിപക്ഷത്തെ നോക്കി ചിരിച്ചത്. ആ ചിരിച്ചപ്പോൾ എന്തോ കുഴപ്പം സംഭവിച്ച പോലെ പ്രതിപക്ഷത്തിന് തോന്നിയതപ്പോൾ എന്തുകൊണ്ടാണ് എന്നൊരു പ്രശ്നമുണ്ട്. ഞാൻ ചോദിച്ചു വന്നത്, ഇതിനെ നിങ്ങളുടെ അടിയന്തര പ്രമേയത്തെ സർക്കാർ ഒരു അവസരമാക്കി മാറ്റിയോ? ഞാൻ വളരെ ക്യുക്കായി 1-2 കാര്യങ്ങൾ പറയാം. ഇന്ന് മന്ത്രി മറുപടി പറയുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ രംഗത്തെ ആകെ പ്രതിപക്ഷം അടച്ചാക്ഷേപിക്കുന്നു, യഥാർത്ഥത്തിൽ പ്രതിപക്ഷമാണ് ഇരുട്ടിൽ തപ്പുന്നത്. ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിനൊരു ബദൽ നിർദ്ദേശങ്ങൾ പോലും മുന്നോട്ട് വെക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. കുറ്റപ്പെടുത്തലുകൾ, മന്ത്രിയോടുള്ള വിരോധം, ഇതിനപ്പുറത്തേക്ക് കൺസ്ട്രക്റ്റീവായിട്ടുള്ള സജഷൻസ് വെക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടുകൂടിയാണോ അവസാനം വരെ ഇരിക്കാതെ ഇറങ്ങിപ്പോകേണ്ടി വന്നത്? ചെലവ് കൂടുതലാണ്, സർക്കാർ
ആശുപത്രികളിലാണ് ചെലവ് കൂടുതൽ, സ്വകാര്യ ആശുപത്രിയേക്കാൾ എന്നൊരു പ്രതിപക്ഷ MLA പറയുന്ന അവസ്ഥയുണ്ടായി. അത് വാദം പിൻവലിക്കണം എന്ന് പ്രതിപക്ഷത്തിന് അവകാശപ്പെടാൻ കഴിഞ്ഞു. പല പകർച്ചവ്യാധികളുമായി ബന്ധപ്പെട്ടത് പകരുന്നില്ല എന്ന് ഉറപ്പാക്കാൻ കഴിയും വിധം പെരുമാറിയതിനെക്കുറിച്ച്, ഇടപെട്ടതിനെക്കുറിച്ച് പറഞ്ഞു. ഒന്ന് മങ്കി പോക്സ്, 2 സിക്ക. അതുപോലെ ചികിത്സാ രംഗവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണം കൊടുക്കുന്നുണ്ട്. ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും കാത്ത് ലാബുകൾ കൊണ്ടുവന്നത് ഈ സർക്കാരിൻ്റെ കാലത്താണ്. നേരത്തെ ഉണ്ടായിരുന്ന ആൻജിയോപ്ലാസ്റ്റിയുടെ ചെലവ് വല്ലാതെ കുറഞ്ഞു. ക്യാൻസറുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ മലബാർ ക്യാൻസർ സെൻ്ററിലേക്ക് ഈ കാർട്ടിസെൽ തെറാപ്പി കൊണ്ടുവന്നത് കൊച്ചിയിലേക്ക് വന്നാൽ കൊച്ചിയിലെ കൊച്ചി ക്യാൻസർ സെൻറ്റർ വേണ്ട എന്ന നിലപാടാണ് UDF സ്വീകരിച്ചത്. അതിന് ഏറ്റവും വലിയൊരു ക്യാൻസർ സെൻ്ററായി മധ്യ കേരളത്തിൽ കൊച്ചിയിലെ ക്യാൻസർ സെൻ്ററിനെ മാറ്റി. അപ്പോൾ അതുപോലെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ 40 മുതൽ 45 ലക്ഷം വരെയാണ് ചിലവ്. സൗജന്യ നിരക്കിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ ആരംഭിച്ചിരിക്കുന്നു 3 2022 മുതൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ സർക്കാർ ഇതൊരു അവസരമാക്കി മാറ്റിയില്ലേ? നിങ്ങൾ ഒരു സാധ്യത ഇട്ടുകൊടുത്തു, സർക്കാർ അതിൽ കയറി പിടിച്ചു. സർക്കാർ ഈ കാര്യങ്ങൾ ഓരോന്നും ഒരു പബ്ലിക് ഡൊമൈനിൽ ചർച്ചയാക്കും വിധത്തിലേക്ക് സർക്കാർ ഇതിനെ അവസരമാക്കി മാറ്റിയില്ലേ? കാര്യങ്ങൾ വിശദീകരിക്കാൻ, ജനങ്ങളോട് പറയാൻ. നിയമസഭയുടെ ഇന്നലെയും ഇന്നും പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന് സർക്കാർ അത് അവതരണാനുമതി നൽകി. അത് ചർച്ച ചെയ്തത് സർക്കാരിന് എന്തോ ഔദാര്യമാണെന്നുള്ള രീതിയിലാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇത് സർക്കാരിന്റെ ഒരു ഔദാര്യമല്ല, കാരണം സർക്കാർ നിർബന്ധിക്കപ്പെട്ടതാണ്. കാരണം ഇന്നലെ പോലീസ് അട്രോസിറ്റീസ് ആണെങ്കിലും ഇന്ന് ആരോഗ്യ മേഖലയിലെ പ്രത്യേകിച്ചും ഈ പറയുന്ന അമീബിക് മസ്തിഷ്ക ജ്വരം, കാരണം അത് ഇന്ന് വളരെ അലാമിംഗ് ആയി. ഈ 2 വിഷയങ്ങള് ഇത് ഇന്ന് വളരെ കേരളത്തെ ഭയപ്പെടുത്തുന്ന രീതിയിൽ, പേടിപ്പെടുത്തുന്ന രീതിയിൽ സർക്കാർ അതിന് മറുപടി പറയാതിരുന്നു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അതിശക്തമായ പ്രതിഷേധം ഉയരും. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട MLA ഇദ്ദേഹം പറഞ്ഞു, ഈ ലോകത്തെ എമ്പാടും നോക്കുമ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം ആളുകൾ കൂടുതൽ മരിക്കുന്നു, അതിന്റെ ഡെത്ത് റേറ്റ് കൂടുതലാണ്. കേരളത്തിൽ ഡെത്ത് റേറ്റ് കുറവാണ്. പക്ഷെ നമ്മൾ അതിന്റെ ഒരു മറുവശമുണ്ട്. ആ മറുവശം ഇവിടെ ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല. 1965 ലോകത്ത് ആദ്യമായി ഈ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തത്. അത് ഓസ്ട്രേലിയയിലാണ്. ഇന്നേ വരെ 1965 മുതൽ 2025 വരെ ലോകമെമ്പാടും 500 കേസുകൾ മാത്രമേ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതിൽ 20 കേസുകൾ 65 ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്ത ഓസ്ട്രേലിയയിലാണ്, വെറും 20 കേസുകൾ. അമേരിക്കയിൽ 150 കേസുകൾ. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, 2016 കേരളത്തിൽ ആദ്യമായി ഈ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തത്. 2016 മുതൽ 2025 വരെ ഇതുവരെ 120 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. നമ്മൾ അതിനെയാണ് ആനുപാതികമായി കാണേണ്ടത്. 1965 മുതൽ ലോകമെമ്പാടും 500 കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ 2016 മുതൽ 2025 വരെയുള്ള 9 വർഷത്തിനിടയിൽ കേരളത്തിൽ 120 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ 1 വർഷത്തിനകം 68 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ 15 ദിവസത്തിനകം 8 മരണമായി. ഇപ്പോൾ വളരെ അലാമിംഗ് ആയ രീതിയിൽ, വളരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷം ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമ്പോൾ ബഹുമാനപ്പെട്ട റോണി, ഒരു സംശയം. വളരെ അലാമിംഗ് ആയിട്ടുള്ളൊരു ആരോഗ്യ പ്രശ്നം, അത് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നം മാത്രമല്ല എന്ന് വ്യക്തം. അങ്ങനെ അലാമിംഗ് ആയി, ഞാൻ വീണ്ടും പറയുന്നതാണ്, അലാമിംഗ് ആണെന്ന് നിങ്ങൾ തന്നെ ആവർത്തിച്ച് പറയുന്നൊരു വിഷയത്തിൽ വളരെ നിസ്സാരമായ ഒരു കാരണം ചൂണ്ടിക്കാട്ടി അതിൻ്റെ ഒരു എൻ പോയിന്റ് വരെ നിൽക്കാതെ ആരോഗ്യമന്ത്രി ഇതിൽ എന്തെല്ലാം പറയുന്നു, അതിൽ പ്രതിപക്ഷ നേതാവിന് ആ ചർച്ചയിൽ എപ്പോൾ വേണമെങ്കിലും ഇടപെടാം, പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യങ്ങൾക്ക് ആരോഗ്യമന്ത്രി വഴങ്ങി കേട്ട് മറുപടി പറയാൻ ഉത്തരവാദിത്തപ്പെട്ടയാളാണ്. അങ്ങനെയൊക്കെ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ എന്തേ അതിന് നിൽക്കാതെ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട്, ഒരാളും വിചാരിക്കാത്ത സമയത്ത്, ചില സിനിമ നമ്മൾ വിചാരിക്കാത്ത സമയത്ത് നിന്നു പോകുന്നത് പോലെയാണ്, അവസാനിച്ചു എന്ന് ശുഭം എന്ന് എഴുതി കാണിക്കും പോലെയാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് വളരെ എന്തോ ഒരു സജഷൻ എഴുന്നേക്കും പോലെയാണ് നിന്നത്. അവിടെ നിന്ന് അദ്ദേഹം ഒരു തീരുമാനം പറയുകയാണ്. സ്പീക്കറോട് അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച പോലുമല്ല നടത്തിയത്. പകരം എന്താ ഞങ്ങൾ ഇറങ്ങിപ്പോവാൻ. ഇങ്ങനെയാണോ നിങ്ങൾ പറഞ്ഞ സോക്കോൾഡ് അലാമിംഗ് വിഷയത്തോട് പ്രതിപക്ഷം സമീപിക്കുക? വളരെ ഗുരുതരമായ ഈ വിഷയം ഇത് നമ്മൾ രാഷ്ട്രീയമായിട്ടൊന്നും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. കാരണം കേരളത്തിലെ ജനങ്ങളുടെ 8 ആളുകൾ മരണപ്പെട്ടു. ഞാൻ പറയട്ടെ വളരെ കൃത്യമായി തന്നെ. അപ്പോൾ ഈ ചോദ്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ, ഈ വിഷയം നിയമസഭയിൽ കൊണ്ടുവരുമ്പോൾ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി അതിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്? അദ്ദേഹം പ്രോ ആക്റ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യണം. അതിനു പകരം റിയാക്റ്റീവ് ചെയ്യാണ്. ഇന്നലെ തന്നെ എന്താണ് ഈ വിഷയം ഉന്നയിക്കുമ്പോൾ ശരിയാണ്, ഈ വിഷയത്തെ നമുക്ക് ഒറ്റക്കെട്ടായി നേരിടണം. എന്താണ് റോണി, പാലക്കാട് ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഡോക്യുമെന്റ് ഉയർത്തിക്കാട്ടി ആകെ 90 തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അവിടെ ഇന്ന തരത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി അദ്ദേഹത്തിൻ്റെ പ്രമേയം അവതരിപ്പിച്ച ഷംസുദ്ദീൻ്റെ മണ്ഡലം അടക്കമുള്ള പാലക്കാട് എന്ന് പറയേണ്ടത് മന്ത്രിയുടെ ഉത്തരവാദിത്തമല്ലേ? നിങ്ങളാണ് അങ്ങനെ പറയാൻ ഒരു സാഹചര്യം സൃഷ്ടിച്ചത്. സ്വാഭാവികമായും മന്ത്രി അത് പറയണം. അത് പറഞ്ഞില്ലെങ്കിലാണ് നിങ്ങൾ ചൊടിക്കേണ്ടത്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി അതിൽ തർക്കമുണ്ടെങ്കിൽ പോലും ഇതുപോലൊരു അലാമിംഗ് സിറ്റുവേഷനിൽ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നതാണോ പ്രതിപക്ഷം?
അതിൻ്റെ ഒരു ഫൈനാലിറ്റി പ്രധാനമല്ലേ? നിങ്ങൾ ഇപ്പോഴും ഞങ്ങൾ തൃപ്തരല്ല, ഇതല്ല സ്റ്റെപ്പ്, ഇതിനിങ്ങനെ ബദൽ വേണം. പണ്ട് കോവിഡ് വന്നപ്പോൾ മിറ്റിഗേഷൻ പ്രോസസ്സിലൂടെ പോയാൽ ഇതൊന്നുമല്ലാതെ നമ്മൾ ഗംഭീരമാകും എന്ന് പ്രതിപക്ഷ നേതാവ് ഒന്ന് സജസ്റ്റ് ചെയ്തല്ലോ കേരളത്തിന് മുമ്പിൽ നിയമസഭയിൽ. ഗംഭീര സജഷനായിരുന്നു. കാരണം അങ്ങനെ പോലും പറയാൻ കഴിഞ്ഞില്ല വി ഡി സതീശന്. കാരണം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രതികരണം കാണുമ്പോൾ മന്ത്രി ഇതിനെ നിസ്സാരവൽക്കരിക്കുക. കാരണം മന്ത്രി എന്തുകൊണ്ടാണ് നിസ്സാരവൽക്കരിക്കുന്നറിയോ? സർക്കാരിന്റെ വീഴ്ച. ഞാൻ ഉദാഹരണം കൃത്യമായി പറയാം. നിയമസഭ കൂടുന്നതിന് മുമ്പ് മന്ത്രി പറഞ്ഞു ഈ വിഷയം ഇവിടെ ചർച്ച വളരെ രീതിയിൽ ആരോപണങ്ങളൊക്കെ ഉയർന്നപ്പോൾ അതിലേക്ക് തന്നെ വരാം. ഇന്ന് മന്ത്രി എന്താ പറഞ്ഞറിയോ? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് എത്രയായിരുന്നു? 12-10-15 വർഷം മുമ്പ് കാര്യമാണ്. എന്നിട്ട് ഇന്നലെ നിയമസഭയിൽ മന്ത്രി പറഞ്ഞു 2013 ഇവിടെ ആരോഗ്യ വകുപ്പ് അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തയ്യാറാക്കി. ഉമ്മൻചാണ്ടി സർക്കാർ അത് മൂടി വെച്ചു. ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പാക്കിയില്ല. പക്ഷെ എന്നാണ് കേരളത്തിൽ ആദ്യമായി ഈ കേസ് റിപ്പോർട്ട് ചെയ്തത്? 2016 എന്നാ റിപ്പോർട്ട് വന്നത്? 2018. റോണി, അതിലെ ആരോഗ്യമന്ത്രിയുടെ മറുപടി എന്താണെന്ന് റോണിക്ക് അറിയുമോ? അല്ല, അത് ഞങ്ങൾക്ക് അതിന്റെ പ്രതിഷേധം. കാരണം പ്രതിഷേധിക്കണം, നിശ്ചയമായി നിങ്ങൾ പ്രതിഷേധിച്ചല്ലോ. പ്രതിഷേധിച്ച വിഷയം നിയമസഭയുടെ ഫ്ലോറിൽ നിങ്ങൾ ഉന്നയിച്ചു. അതിന് മന്ത്രി പറയുന്നത് മറുപടി എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയും കൗതുകവും നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കാത്തിരുന്നു എന്താണ് മന്ത്രി പറയാൻ പോകുന്നത്, എന്താണ് മന്ത്രി പറഞ്ഞതെന്ന് കോൺഗ്രസ് പ്രതിനിധിയായ റോണിക്ക് അറിയുമോ? അതാ ഞാൻ പറഞ്ഞത്, അതവിടെ ഇരുന്ന് കേട്ട് അതിനോട് ആ ഉത്തരവാദിത്വം നിങ്ങൾ നിറവേറ്റിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അതിനു മുമ്പ് ഇറങ്ങിപ്പോയി. നിങ്ങൾ വളരെ വളരെ സെൻസിബിളായ ഒരു ക്രിറ്റിസിസം ഉന്നയിച്ചിട്ടുണ്ട് എങ്കിൽ, മന്ത്രിയെ ഞങ്ങൾ ആകെ പ്രതിക്കൂട്ടിലാക്കി കഴിഞ്ഞു എന്ന നില നിങ്ങൾക്കുണ്ടെങ്കിൽ, മന്ത്രി പറയുന്നത് കേട്ട് പ്രതിപക്ഷ നേതാവിന് വീണ്ടും ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ. എന്തേ ചെയ്യാതിരുന്നെന്നുള്ളതിൻ്റെ ക്ലാസിക് ഉദാഹരണമാണ് റോണി. ഞാൻ അതിനുവേണ്ടി ചോദിച്ചാൽ, ഇനിയിപ്പോൾ ഞാനത് താങ്കൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല, പബ്ലിക് ഡൊമൈനിൽ അതുണ്ട്, കണ്ടു പരിശോധിച്ചോളൂ. ഞാൻ വരാം. ഈ വിഷയത്തിന്റെ ആരംഭം മുതൽ മന്ത്രി അതിന്റെ അത് ഇന്ന് സഭയെ പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ട് ചോദിക്കണമായിരുന്നു. സഭയിൽ നിങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല എന്ന് റോണി തന്നെ സമ്മതിക്കുകയാണ് ഈ ഒരൊറ്റ ഇൻസിഡന്റിലൂടെ. മന്ത്രി പറഞ്ഞത് കേൾക്കാത്ത നിങ്ങളോട് എന്ത് പറയാൻ? മന്ത്രി പറഞ്ഞത് ലോകത്ത് നിങ്ങൾ മന്ത്രി പറഞ്ഞത് കേട്ടില്ലല്ലോ. അത് വേറെ, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയട്ടെ, നിങ്ങളത് പറഞ്ഞു. ശരി, ലോകത്ത് മറ്റെവിടെയെങ്കിലും ഈ 15 ദിവസം 8 മരണം റിപ്പോർട്ട് ചെയ്ത കേരളം ലോകത്ത് ഏതൊരു സ്ഥലത്തോട്ട് ഞാൻ ഇവിടെ ഈ ചർച്ചയിൽ യെസ്, അതാണ് പ്രശ്നം. റോണി, നിങ്ങൾ തന്നെ പറഞ്ഞു ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല എന്ന്. ഒടുവിൽ ഒരു രാഷ്ട്രീയ വിഷയമാക്കി പ്രതിപക്ഷം നിർത്തുന്നു എന്ന പ്രശ്നമുണ്ട്. ആയിക്കോളൂ, തെറ്റില്ല. ഞാൻ വരാം. ഇവിടെ ഈ ചർച്ചയിൽ ഡോക്ടർ കെ പി അരവിന്ദൻ്റെ ഒരു സ്പേസ് ഇവിടെയാണ്. ഡോക്ടർ, ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾ എഴുതിയത് കൂടി കണ്ട്, അത് ഈ ചർച്ചയിൽ പരാമർശിക്കപ്പെട്ടു. ദ ഹിന്ദുവിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്ന കേരളത്തിലെ ഈ സാഹചര്യത്തെക്കുറിച്ച് ആ പത്രം എഴുതിയതുമായി ബന്ധപ്പെട്ടതിലുള്ള അതിശയോക്തിപരമാണ്, അല്ലെങ്കിൽ വസ്തുത ശരിയായി മനസ്സിലാക്കാതെയാണ് മാധ്യമം എന്ന നിലയിൽ ആ പത്രം അത് കൈകാര്യം ചെയ്തതെന്നൊരു വിമർശനം താങ്കളുടെ FB പേജിൽ എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ഇന്നത് ഓർക്കാനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, സഭയിൽ ഇതുപോലൊരു സാഹചര്യം ഉണ്ടായി. പ്രതിപക്ഷത്തെ ഒരു MLA, കൊണ്ടോട്ടി MLAയുടെ ഭാഗത്ത് നിന്ന് ഇതുപോലൊരു ചോദ്യം വരുമ്പോൾ മന്ത്രി അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ കോണ്ടെക്സ്റ്റിൽ പ്രധാനപ്പെട്ടതാണ്. ഈ രോഗവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ 99% മരണനിരക്കുമായി ബന്ധപ്പെട്ടൊരു അലാമിംഗ് സിറ്റുവേഷനെക്കുറിച്ച് കോൺഗ്രസ് പ്രതിനിധിയും ഇവിടെ പറഞ്ഞു. താങ്കൾ അതേക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് ചില കാര്യങ്ങൾ. അതിനു മുമ്പ് ഈ പറഞ്ഞതുപോലെ ഇന്ന് സഭയിൽ നമ്മൾ ഈ സംസാരിച്ച പശ്ചാത്തലത്തിൽ സംഭവിച്ചൊരു കാര്യം ഒന്ന് കണ്ടുകൊണ്ട് ഞാൻ താങ്കളിലേക്ക് വരാം. അല്പമേ ഉള്ളൂ, ഒന്ന് കാണാം. എല്ലാ മൈക്രോബയോളജി ലാബുകളിലും അമീബയാണ് എന്നുള്ളത് കണ്ടെത്താനായിട്ട് കഴിയും. തെറ്റായ വാർത്തകളിലൂടെ കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തെ അപകീർത്തിപ്പെടുത്തുന്നതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് സാർ ഇത്. കാസർഗോഡ് തന്നെ പരിശോധിക്കാനായിട്ട് കഴിയും. മലപ്പുറത്ത് തന്നെ പരിശോധിക്കാനായിട്ട്, ഏത് ജില്ലയാകട്ടെ അവിടെ തന്നെ പരിശോധിക്കാനായിട്ട് കഴിയും. ഏത് അമീബയാണ്, നെഗ്ലേറിയ ഫൗളറി ആണോ, അക്കാൻഡ് അമീബയാണോ, മറ്റേത് അമീബയാണ് എന്നുള്ളത് കണ്ടെത്തുന്നതിനുള്ള PCR ടെസ്റ്റ് നേരത്തെ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല. രാജ്യത്ത് 2 ഉണ്ടായിരുന്നു, ചണ്ഡീഗഡിലും പോണ്ടിച്ചേരിയിലും. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ ഇത് PCR ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം നമ്മുടെ സ്റ്റേറ്റ് ഹെൽത്ത് ലാബ് വികസിപ്പിച്ചു കഴിഞ്ഞു. ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയും ഇത് വികസിപ്പിച്ചു കഴിഞ്ഞു. കോഴിക്കോടും ഉടനെ തന്നെ PCR സംവിധാനം ആരംഭിക്കുന്നതാണ്.
ഇവിടെയാണ് ഡോക്ടർ നേരത്തെ കൊണ്ടോട്ടി MLA ചോദിക്കുകയാണ്, കാസർഗോഡ് ഒരാൾക്കൊരു രോഗം വന്നാൽ ഇത് തിരുവനന്തപുരത്ത് പോയി പരിശോധിച്ച് വരുമ്പോഴേക്കും ആൾ മൃതപ്രായനാകില്ലേ എന്ന നിലയിൽ ചോദിച്ചപ്പോഴാണ് മന്ത്രി അതിന് മറുപടി പറഞ്ഞത്. താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണാജനകമായ പ്രചാരണം ഒരു ഭാഗത്ത് നടക്കുന്നു, ഇതിൻ്റെ മരണനിരക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിൽക്കുമ്പോൾ ഏറ്റവും അധികം ആളുകൾ ഈ കാലയളവിലാകെ നോക്കിയാൽ മരണപ്പെട്ടൊരു നാട് കേരളമല്ലേ എന്ന നിലയിലുള്ള പ്രതിപക്ഷത്തിൻ്റെ വാദം നിൽക്കുന്നു. അവിടെ താങ്കളെപ്പോൾ ഒരാളുടെ പ്രതികരണം കേൾക്കാൻ താല്പര്യമുണ്ട്. ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രിസംപ്റ്റീവായിട്ടുള്ളൊരു ഡയഗ്നോസിസാണ് നമ്മൾ ആദ്യമായിട്ട് ഈ സംശയം, രോഗം അമീബിയാസ് ആണെന്ന് സംശയം വന്നാൽ അതിൽ CSF എടുത്ത് മൈക്രോബയോളജിയിൽ പരിശോധിച്ച് നോക്കുന്നു. അപ്പോൾ അത് വളരെ പ്രിസംപ്റ്റീവായിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി മാത്രമുള്ള പരിശോധനയാണ്. അത് അന്തിമമായിട്ടുള്ള ഒരു റിസൾട്ടല്ല. അതുകൊണ്ട് തന്നെ പ്രിസംപ്റ്റീവായി നമ്മൾ ഇത് നോക്കി ഇതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നു. അത് പിന്നീടാണ് സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് PCR മുതലായിട്ടുള്ള ടെസ്റ്റുകളുടെ ആവശ്യം. ആ ടെസ്റ്റുകൾ ചെയ്യാതെ ഇത് മുഴുവൻ തന്നെ അമീബിയാസ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് കേരളത്തിൻ്റെ ഈ കുറഞ്ഞ കാലയളവിൽ ഇത്രയും അധികം അമീബിയാസ് എന്തുകൊണ്ട് വന്നു? ലോകത്തിൽ ആകെ 500 എണ്ണം, കേരളത്തിൽ മാത്രം 150 വന്നു എന്ന് പറയുന്നത് കുറച്ച്, അത് കണക്ക് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും കേസുകൾ അമീബിക് മസ്തിഷ്ക ജ്വരം കേരളത്തിൽ ഈ ചെറിയ കാലയളവിൽ സ്ഥിരീകരിച്ച കേസുകളില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ യാഥാർത്ഥ്യബോധത്തോടെ നോക്കിക്കഴിഞ്ഞാൽ വേണ്ടത്ര അത്രമാത്രം കേസുകൾ ഉണ്ടാവില്ല. എങ്കിലും ഇത് ഒരു പ്രശ്നം തന്നെ ആയി മാറിയിട്ടുണ്ട്. അതിനുള്ള കാരണങ്ങളും എങ്ങനെ ഇത് പകരുന്ന പോലായിട്ട് കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. ആ പഠനങ്ങൾക്ക് ശേഷം മാത്രമേ നമുക്കൊരു അന്തിമമായിട്ട് എത്ര കേസുണ്ട്, അതിൽ എത്ര നമുക്ക് ട്രീറ്റ് ചെയ്ത് രക്ഷപ്പെടുത്താൻ കഴിയുന്നുള്ള ഫൈനൽ കണക്കുകൾ ഇപ്പോൾ പറയാനുള്ള സമയമായിട്ടില്ല. ആ സ്ഥിരീകരിക്കാനുള്ള ടെസ്റ്റ് ഇപ്പോൾ മന്ത്രി പറഞ്ഞ പോലെ PCR ആണ് ഏറ്റവും നല്ലൊരു ടെസ്റ്റ്. അതിന് പുറമെ ഏത് ടൈപ്പാണെന്ന് നോക്കാൻ വേണ്ടിയുള്ള സീക്വൻസിങ് ടെസ്റ്റുകളുണ്ട്. 18S RNA സീക്വൻസിങ് എന്ന് പറഞ്ഞ ടെസ്റ്റുണ്ട്. ഇതൊക്കെ തന്നെ കേരളത്തിലെ പല ലാബുകളിലും ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അതിന് വേണ്ട റിയേജൻസും മറ്റും ഉണ്ടായാൽ മതി. കോഴിക്കോട്ടും തിരുവനന്തപുരത്തും ഇത് തീർച്ചയായിട്ടും ചെയ്യാൻ വേണ്ടി കഴിയും. അതിന് പുറമെ പ്രിസംപ്റ്റീവ് അല്ലാതെ തന്നെ ഉള്ള ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പത്തോളജി ലാബുകളിലുള്ള സൈറ്റോളജി ടെസ്റ്റുകൾ വഴി തീർച്ചയായിട്ടും അമീബയാണോ അല്ലയോ എന്ന് പറയാൻ വേണ്ടി കഴിയും. ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ വഴി സ്ഥിരീകരിക്കുന്ന കേസുകൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന 160 കേസൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. റൈറ്റ്. ഇതിൽ മിനിസ്റ്റർ പറഞ്ഞതുപോലെയും താങ്കൾ തന്നെ നേരത്തെ വിലയിരുത്തിയതുപോലെയും മാധ്യമങ്ങളുടെ ഒരു ഉത്തരവാദിത്തം ഇതുപോലൊരു കാലത്ത് എങ്ങനെയാണ് ആളുകളെ കൂടുതൽ ആശങ്കപ്പെടുത്താം, തെറ്റിദ്ധാരണാജനകമാം വിവരങ്ങൾ പങ്കുവെക്കാമോ, ഇത് മറച്ചുവെക്കുന്നു അല്ലെങ്കിൽ മരണങ്ങളും കേസുകളും മറച്ചുവെക്കുന്നു എന്ന ദുസൂചന ചിലരെങ്കിലും ചില മാധ്യമങ്ങളെങ്കിലും നൽകുന്നു എന്നൊരു വിലയിരുത്തൽ താങ്കൾ നടത്തുകയുണ്ടായല്ലോ. ഇതടക്കമുള്ള സാഹചര്യം ഇന്ന് മന്ത്രിക്ക് സഭയിൽ പറയേണ്ടിയും വന്നിട്ടുണ്ടല്ലോ. എന്താണ് അങ്ങനൊരു കാഴ്ചപ്പാടിലേക്ക് പോകാൻ കാരണം? അല്ല, ഞാൻ നേരെ തിരിച്ചാണ് പറയുക. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒട്ടും തന്നെ ഇത് കുറച്ച് കാണിക്കുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ കൂടുതൽ ആവുന്നോ ഡാറ്റ എന്നുള്ളതാണ് എൻ്റെ സംശയം. അല്ലാതെ ഒട്ടും തന്നെ കുറച്ച് കാണുന്നില്ല. എല്ലാ കേസും, സംശയമുള്ള എല്ലാ കേസും ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള മുൻകരുതലുകൾ വളരെ വ്യാപകമായിട്ട് തന്നെ ട്രെയിനിങ്ങും പ്രചരണവും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിന് പാരലായി തന്നെ എപ്പിഡമിയോളജി ഗവേഷണം നടക്കണം. ആ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ സർക്കാർ ശ്രദ്ധ പതിപ്പിക്കേണ്ടത്. ആ ഗവേഷണത്തിൻ്റെ ഫലങ്ങൾ വെച്ച് മാത്രമേ നമുക്ക് കൃത്യതയോടെ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ഇപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ സ്പെക്കുലേഷൻസാണ്. ഇപ്പോൾ എല്ലാവർക്കും ഏത് പത്രവും ഏത് ചർച്ചയിലും ആൾക്കാർ സ്പെക്കുലേറ്റ് ചെയ്ത് ഇത് ഇങ്ങനെ വരുന്നതായിരിക്കാം, ഷവറിൻ്റെ കീഴിൽ വന്നാൽ വരും, ഈ പള്ളിയിലെ മൂക്കിൽ ക്ലീൻ ചെയ്യുമ്പോൾ വരും, ഇങ്ങനെ പലതരം സ്പെക്കുലേഷൻസ്. ഇതിനൊന്നും തെളിവില്ല. ആ തെളിവുകളില്ലാതെ നമ്മൾ കാര്യങ്ങൾ പറയരുത്. ആ തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടിയുള്ള
ഗവേഷണങ്ങളാണ്, അതിനാണ് ഏറ്റവും പ്രാമുഖ്യം കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഇതൊരു പൊളിറ്റിക്കൽ ബ്ലെയിം ഗെയിമായി മാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നം നമ്മുടെ മുന്നിൽ വരുമ്പോൾ അത് കൂട്ടായി നേരിടാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് വേണ്ടത്. ആ കാര്യത്തിൽ ഒട്ടും തന്നെ ഒരു സഹകരണ മനോഭാവം പലരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായിട്ടൊരു വസ്തുതയാണ്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഈ ഒരു സാഹചര്യം കണ്ടുകൊണ്ട് തന്നെ അതിനെ കുറേ കൂടി വിപുലമായ തലത്തിൽ തന്നെ ഈ സംശയമുള്ള കേസുകളൊക്കെയും അങ്ങനെ വരുന്നു. അതുപോലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. ഇതെല്ലാം ചെയ്യുമ്പോഴും ഞാൻ നേരത്തെ ഇവിടുത്തെ ആ നിലയിൽ ആരോഗ്യവകുപ്പിനെ കുറിച്ചല്ല ചോദിച്ചത്. അത് ഏതാണ്ട് തൃപ്തികരമായി തന്നെ പോകുന്നുണ്ട്, വേണ്ട കാര്യങ്ങൾ ഇതുപോലൊരു സാഹചര്യത്തിൽ ചെയ്യേണ്ടത് ചെയ്യുന്നു എന്നാണല്ലോ താങ്കൾ സൂചിപ്പിച്ചത്. ഞാൻ പറഞ്ഞത് മാധ്യമങ്ങളുടെ ഈ കാലയളവിലെ ഒരു ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ്. നമ്മൾ കോവിഡും നിപ്പയും ഒക്കെ വന്നപ്പോൾ മാധ്യമങ്ങൾ ആ ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്ന് എപ്പോഴും ഓർമ്മിപ്പിക്കുകയും ഏറെക്കുറെ ഒക്കെ അതിനൊപ്പം തന്നെ ആ കാലയളവിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ മാധ്യമങ്ങൾ ഇതിലേക്ക് വന്നപ്പോൾ ദുസൂചനകളിലേക്ക്, താങ്കൾ തന്നെ പരാമർശിച്ച ഒരു വിഷയമാണ്, ദുസൂചനകളിലേക്ക് പരിമിതപ്പെട്ടു പോയോ, വഴിതിരിഞ്ഞു പോയിട്ടുണ്ടോ ചിലരെങ്കിലും? അതിലും ഒരു തിരുത്തൽ, കാരണം സമൂഹത്തിലേക്ക് വളരെ സ്വാധീനം ചെലുത്താൻ കഴിയുന്നൊരു വിഭാഗമാണല്ലോ പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളിൽ. കുറേ കൂടി ജാഗ്രത വേണ്ടതുണ്ടോ റിപ്പോർട്ടിങ്ങിലും മറ്റും? അതെ, മാധ്യമങ്ങൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ സ്പെക്കുലേഷൻസിലേക്ക് പോവാതെ സ്ഥിരീകരിച്ച ഡാറ്റ വെച്ചുകൊണ്ട് വേണം അവർ കാര്യങ്ങൾ വിലയിരുത്താൻ. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള ബാധ്യത എന്താണെന്ന് പറഞ്ഞാൽ അവർ ഈ സ്ഥിരീകരിച്ച ഡാറ്റ പബ്ലിക്കലി അവൈലബിൾ ആക്കണം. ഞാൻ പറയുകയാണെങ്കിൽ കോവിഡിൻ്റെ കാലത്തൊക്കെ നമുക്കൊരു ഡാഷ്ബോർഡ് ഉണ്ടായിരുന്നു, ഇതൊക്കെ ഓർമ്മയുണ്ടാവും ചിലപ്പോൾ, കോവിഡ് ഡാഷ്ബോർഡ്. അതുമാതിരി ഒരു ഡാഷ്ബോർഡിൽ കൃത്യമായി അന്നുള്ള ടെസ്റ്റുകളുടെ റിസൾട്ടും ഇതുമൊക്കെ ചെയ്യുന്ന, എത്ര സ്ഥിരീകരിച്ചിട്ടുണ്ട്, എത്ര കേസ് സംശയത്തിലുണ്ട്, എത്ര സ്ഥിരീകരിച്ചിട്ടുണ്ട് പോലെയുള്ള ഡാറ്റ പബ്ലിക്കായിട്ടൊരു ഡാഷ്ബോർഡിൽ വെച്ചാൽ ആർക്കും കാണാമല്ലോ. അത് വെച്ചുകൊണ്ട് മാത്രമേ റിപ്പോർട്ട് ചെയ്യാവൂ. അതല്ലാതെ തോന്നുന്ന മാതിരിയുള്ള സ്പെക്കുലേഷൻസ് തീർച്ചയായിട്ടും അത് അവോയ്ഡ് ചെയ്യണം. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജേക്കബ് ജോർജ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മുമ്പ് പറഞ്ഞ പോലെ രാഷ്ട്രീയമായ ചേരിപ്പോരുകൾക്ക് അപ്പുറത്ത് നിന്ന് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. ആ നിലയിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് അടിയന്തര പ്രമേയം. ആ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുക എന്നുള്ളത് നിർബന്ധിതം എന്ന് പ്രതിപക്ഷത്തിന് കാണാം. പക്ഷേ അത് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. പൊതുസമൂഹമാകെ ഇത് കാണട്ടെ, അവരവരുടേതായ വിലയിരുത്തൽ നടത്തട്ടെ എന്ന നിലയിൽ ഏറ്റവും ശരിയായ നിലയിൽ തന്നെ ആ നിയമസഭാ പ്രവർത്തനങ്ങളെ കാണാവുന്നതുമാണ്. പലപ്പോഴും താങ്കളെപ്പോലൊക്കെയുള്ള മാധ്യമപ്രവർത്തകർ എപ്പോഴും സഭാ റിപ്പോർട്ടിങ്ങിൽ പറയും ഫ്ലോർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഈ അടിയന്തര പ്രമേയങ്ങളോട് എടുക്കുന്നൊരു സമീപനം വളരെ വിരളമായി അടിയന്തര പ്രമേയങ്ങൾ വിശദമായ ചർച്ചയ്ക്ക് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്ന സ്ഥിതി മാറുന്നു. ഇപ്പോൾ തന്നെ നോക്കിയാൽ ഇന്നലെയും ഇന്നും ചർച്ച ആ രൂപത്തിലുണ്ടാകുന്നു. ഞാൻ നേരത്തെ റോണിയോട് പറഞ്ഞൊരു കാര്യം, ആരോഗ്യമന്ത്രിക്ക് നേരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ച വളരെ സുപ്രധാനമായ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിമർശനമുണ്ട്. ഒരു അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട്, പഠന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ചുമലിൽ വെക്കാൻ ആരോഗ്യമന്ത്രി ശ്രമിക്കുന്നു എന്നാണ് അവരുടെ കേസ്. ഇന്നതിൽ മന്ത്രി എന്താണ് മറുപടി പറയാൻ പോകുന്നത് എന്ന് കേട്ട് അതിൽ വീണ്ടും ആ വിഷയത്തെ വളരെ സജീവമായി കൊണ്ടു നിർത്താൻ പ്രതിപക്ഷത്തിനാവുമായിരുന്നില്ലേ? ഇപ്പോൾ അദ്ദേഹം തന്നെ ചോദിക്കുന്നു എന്താ മന്ത്രി പറഞ്ഞത് എന്ന് വെച്ചാൽ ഇവർ കേട്ടിട്ടില്ല. സത്യത്തിൽ അതൊരു ഒരു ഈ വിഷയം കൊണ്ടുവന്ന പ്രതിപക്ഷത്തിൻ്റെ ഒരു പരാജയമാണോ? വളരെ നിസ്സാരമായൊരു കാരണത്തിൽ ഇറങ്ങിപ്പോകുന്നു. ഇതുപോലൊരു വിഷയത്തിൽ ഡോക്ടർ കെ പി അരവിന്ദൻ പറഞ്ഞ പോലെ രാഷ്ട്രീയമായ ചേരിതിരിവില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയേണ്ടതല്ലേ? ഒന്നാമത്തെ പ്രശ്നം. രണ്ട്, ശ്രീ മധുസൂദൻ MLA പറഞ്ഞ പോലെ ഇന്ന് കാലങ്ങൾക്ക് ശേഷം AK ആൻ്റണിക്ക് വാർത്താസമ്മേളനം നടത്തേണ്ടി വന്നത് പ്രതിപക്ഷത്തിൻ്റെ ഇന്നലത്തെ ഒരു അടിയന്തര പ്രമേയത്തിൻ്റെ സൃഷ്ടി മൂലമല്ലേ? ശ്രീ ജേക്കബ് ജോർജ്. ശരത്തെ, ഞാനതിന് ആ നിലയ്ക്ക് മറുപടി പറയുന്നില്ല. പക്ഷേ ഞാൻ ഇച്ചിരി പൊതുവായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊരു കാര്യം പറയാം. പണ്ട് VM സുധീരൻ നിയമസഭാ സ്പീക്കറായിരുന്നപ്പോൾ 85-87 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഞങ്ങളൊക്കെ വളരെ ജൂനിയർ റിപ്പോർട്ടർമാരായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഈ ശ്രദ്ധ ക്ഷണിക്കൽ, അത് കഴിഞ്ഞാൽ സബ്മിഷനുകളോ 50, 60, 70 സബ്മിഷനുകളൊക്കെ ഒറ്റ ദിവസം എഴുതി കൈകുഴയും. ഇതെല്ലാം എഴുതണം, കാരണം ഓരോ MLAയുടെയും നാട്ടിലെ ലോക്കൽ എഡീഷനിൽ വരുന്ന പത്രത്തിൽ കൊടുക്കണം. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാം എഴുതിയെടുക്കണം. അപ്പോൾ അതിന് സ്പീക്കറായിരുന്ന VM സുധീരൻ പറഞ്ഞത്, അംഗങ്ങൾക്ക് പറയാനുള്ളത് പറയാനുള്ള അവകാശം വേണം. അംഗങ്ങൾ തുറന്ന് കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നിയമസഭയുടെ മൊത്തത്തിലുള്ള സംഘർഷം കുറയും. അതാണ് അദ്ദേഹത്തിൻ്റെ പോയിൻറ്റ്. അതൊരു വിശേഷപ്പെട്ട വിഷയമായിരുന്നു. K. കരുണാകരനെ, അന്ന് മുഖ്യമന്ത്രിയായിരുന്ന K. കരുണാകരനെ വളരെയധികം വിഷമിപ്പിക്കുന്ന ശ്രദ്ധ ക്ഷണിക്കലുകളും സ്പീക്കറുടെ കമ്മിറ്റികളും ഒക്കെ ഉണ്ടാകുമായിരുന്നു. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്,
അടിയന്തര പ്രമേയമാണെങ്കിലും സാധാരണ ശ്രദ്ധ ക്ഷണിക്കലാണെങ്കിലും എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള അവകാശം നിയമസഭയിൽ ഉണ്ടായിരിക്കണം, ആ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ അടിയന്തര പ്രമേയം പ്രതിപക്ഷത്തിൻ്റെ അവകാശമാണ്, ആവശ്യമാണ്, സംശയമില്ല. പക്ഷേ ഇവിടെ കേരളത്തിലെ ആരോഗ്യരംഗത്തെക്കുറിച്ച് ഞാൻ പൊതുവായ ചില കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. കേരളത്തിലെ ആരോഗ്യരംഗം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് ഒരു പക്ഷേ വിദേശത്തുള്ള ആരോഗ്യരംഗത്തെക്കാൾ, ചികിത്സാ രീതിയേക്കാൾ വളരെ മികച്ച രീതിയാണ് കേരളത്തിൽ. കേരളത്തിൽ സാമ്പത്തികമായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. കേരളത്തിൻ്റെ പൊതുവായ പണത്തിൻ്റെ ബുദ്ധിമുട്ട് ഈ ആരോഗ്യ വിഭാഗത്തെയും ബാധിക്കും. പക്ഷേ എങ്കിൽ പോലും ലോകത്ത് അപൂർവങ്ങളിൽ അപൂർവമായ അമീബിക് ജ്വരം, മസ്തിഷ്ക ജ്വരം, അതിനെ നിയന്ത്രിച്ച് നിർത്താൻ കേരളത്തിന് കഴിഞ്ഞത് അത് ആരോഗ്യ വകുപ്പിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ്, അതിൻ്റെ ശുഷ്കാന്തി കൊണ്ടാണ്. ബഹുമാനപ്പെട്ട ഡോക്ടർ അരവിന്ദൻ സൂചിപ്പിച്ചതുപോലെ ഗവേഷണം നടക്കണം, കൂടുതൽ ഗവേഷണം നടത്തി. ഇത് ഇപ്പോഴും വൈദ്യശാസ്ത്രത്തിന് അപ്രാപ്യമായ ചില മേഖലകൾ ഈ രംഗത്തുണ്ട്, അമീബിക് മസ്തിഷ്ക ജ്വരത്തിനകത്തുണ്ട്. അത് കണ്ടുപിടിക്കാനും അതിൻ്റെ വരവെങ്ങനെയാണ്, അമീബയുടെ വരവെങ്ങനെയാണ്, എവിടെയാണത് ജനിക്കുന്നത്, എവിടെയാണത് വസിക്കുന്നത് എന്നിത്യാദി കാര്യങ്ങൾ പഠിക്കേണ്ട കാര്യമുണ്ട്. അതൊക്കെ പഠിക്കണം. ഇതിനൊക്കെ ഈ ചർച്ചകൾ ഉപകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രതിപക്ഷം കൊണ്ടുവരുന്നത് ഭരണപക്ഷത്തിനെതിരായ അടിയന്തര പ്രമേയമാണെങ്കിൽ പോലും അതിനകത്ത് പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും പറയാനുള്ള ഒരു വലിയ സ്വാതന്ത്ര്യം, വലിയൊരു പ്ലാറ്റ്ഫോം അവിടെ ഉണ്ടാവുകയാണ്. അത് തീർച്ചയായിട്ടും അത് കേരള നിയമസഭയിൽ വലിയ പ്രത്യേകതയാണെന്ന് കൂടി ഞാൻ എടുത്ത് കാണിക്കട്ടെ. ഇവിടെ പ്രതിപക്ഷം പരാജയപ്പെട്ടെന്ന് ചോദിച്ചാൽ പ്രതിപക്ഷത്തിനെ കുറച്ചും കൂടി സഹകരിച്ചും കൊണ്ട് ഒരു കുറേ കൂടി കാര്യമാത്ര പ്രസക്തമായ ശുപാർശകൾ നൽകിക്കൊണ്ട് വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു പ്രതിപക്ഷത്തിൻ്റെ റോളിലേക്ക് കടക്കാമായിരുന്നു. അവിടെ പാളിപ്പോയി എന്നൊരു സംശയമുണ്ട്. ഭരണപക്ഷത്തിനാവട്ടെ അവർക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് എണ്ണി അക്കങ്ങൾ നിരത്തി കാര്യങ്ങൾ നിരത്തി വെച്ചപ്പോൾ പ്രതിപക്ഷത്തിന് മറുപടി ഇല്ലാതെയായി പോയോ എന്നൊരു സംശയത്തിന് കാരണമായിട്ടുണ്ട് എന്ന് മാത്രമേ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളൂ. ഞാനത് കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ അടിയന്തര പ്രമേയം രണ്ട് പക്ഷത്തിനും പറയാനുള്ള ഒരു അവകാശമായിട്ട്, പറയാനുള്ള സാഹചര്യമായിട്ട് ഉപയോഗിക്കുകയായിരുന്നു വേണ്ടത് എന്നാണ് എൻ്റെ പക്ഷം. റൈറ്റ്. ഇവിടെ ശ്രീ മസൂദൻ MLA, ഇത് അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ മാത്രമായി ഒതുക്കപ്പെട്ട ഒരു ചർച്ചയായിരുന്നില്ല. അങ്ങനെ വന്ന അടിയന്തര പ്രമേയമാണെങ്കിലും കേരളത്തിൻ്റെ ഒരു പൊതുജനാരോഗ്യമാകെ വെന്റിലേറ്ററിലാണ് എന്നൊരു നിലപാടിലാണല്ലോ പ്രതിപക്ഷം മുന്നോട്ട് പോയത്. അവിടെ മാത്രം അവർ അങ്ങനെ നിന്നതുമില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് ശരിയായ നിഗമനം നടത്താൻ ആരോഗ്യവകുപ്പിന് കഴിയുന്നില്ല എന്ന ആക്ഷേപം മുന്നോട്ട് വെക്കുന്നു. അതുപോലെ തന്നെ മന്ത്രിക്ക് നേരെ മുമ്പ് പറഞ്ഞ ഒരു പഠന റിപ്പോർട്ട് അത് UDF കാലത്ത് എന്ന രീതിയിലേക്ക് മന്ത്രി ചിത്രീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവിടെ ഒരു വലിയ പിഴവ് പ്രതിപക്ഷത്തിന് പറ്റിയത്, പ്രതിപക്ഷം അതിൽ മന്ത്രി എന്തു പറയുന്നു എന്നതിനനുസരിച്ച് സഭയിൽ തുടരാൻ അവർക്ക് കഴിയാതെ പോയത് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയാണോ ഒരു പോരായ്മയാണോ എന്തോ ആവട്ടെ. അതുകൊണ്ടാണ് ആ പ്രതിനിധിക്ക് ഇപ്പോൾ റോണി കെ ബേബിക്ക് അത് എന്താണ് മന്ത്രിയുടെ മറുപടി എന്ന് പോലും മനസ്സിലായിട്ടില്ല. പക്ഷേ മന്ത്രി അവിടെ മറുപടി പറഞ്ഞു എന്നത് ശരിയാണ്. മന്ത്രിയുടേതായ ഭാഗം മന്ത്രി അവതരിപ്പിച്ചുകൊണ്ട് തന്നെ പ്രതിപക്ഷ വിശദീകരണത്തിനപ്പുറമാണ് യാഥാർത്ഥ്യമെന്ന് പറയാൻ മന്ത്രി ശ്രമിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ കുടിശ്ശികകൾ ഒരുപാട് വരുത്തുന്നുണ്ട് എന്ന നിലയിൽ പ്രതിപക്ഷം ഒരു വാദം ഈ ചർച്ചയിൽ നിന്ന് മുന്നോട്ട് വെച്ചില്ല. അതിൻ്റെ ചില കണക്കുകളൊക്കെ അവർ മുന്നോട്ട് വെച്ചില്ല. അതായത് സർക്കാരിൻ്റെ പ്രയോറിറ്റി, അതിനെയാണ് പ്രതിപക്ഷം ഇന്ന് ഈ അടിയന്തര പ്രമേയത്തിലൂടെ ചർച്ച ചെയ്യാൻ ശ്രമിച്ചത്. ആരോഗ്യരംഗത്ത് അത്തരമൊരു പ്രയോറിറ്റി ഈ സർക്കാരിനില്ല എന്നാണല്ലോ പ്രതിപക്ഷം പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത്. അത് ശരിയായിട്ടുള്ളൊരു വിലയിരുത്തലാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ബഹുമാന്യരായിട്ടുള്ള ഡോക്ടർ KP അരവിന്ദനും അതുപോലെ തന്നെ ജേക്കബ് ജോർജും സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഗൗരവമുള്ള വിഷയം, സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ വരേണ്ട ഒരു കാര്യം. നമ്മൾ എത്രമാത്രം ജാഗ്രതയോട് കൂടിയിട്ടാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ള സന്ദേശം ഇതെല്ലാം നൽകുന്നതിന് പ്രയോജനകരമാവുന്ന നിലയിൽ നിയമസഭയിൽ പ്രതിപക്ഷം ഭരണപക്ഷം രണ്ടുപേരും ആ ഗൗരവത്തിൽ കാര്യങ്ങൾ എടുക്കണം എന്നുള്ളത് തന്നെയാണ് ഇങ്ങനെ ഒരു ഓപ്പൺ ഡിസ്കഷനിലേക്ക് പോകണം എന്ന് തീരുമാനിക്കുമ്പോൾ ഗവൺമെൻറ് കണ്ടത്. പക്ഷെ അതിന് തീർച്ചയായിട്ടും സങ്കുചിതമായിട്ടുള്ളൊരു രാഷ്ട്രീയ താല്പര്യം, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാം പശ്ചാത്തലം വരുമ്പോൾ ഗവൺമെൻറ്റിനെ പ്രതിക്കൂട്ടിലാക്കി ജനങ്ങൾക്കിടയിൽ ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് വികാരമുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതിന് ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ വരെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള ആശങ്കയുണർത്തുന്ന ഒരു നിലയാണ് സ്വീകരിച്ചത്. ഇതിനെയാണ് ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു പ്രവണതയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാധ്യമങ്ങളും ഈ കാര്യത്തിൽ വലിയ ജാഗ്രത വേണ്ടതുണ്ട് എന്നുള്ള നിരീക്ഷണം വളരെ ശരിയാണ്. കാരണം ജനങ്ങൾക്കിടയിൽ
ഈ കേരളത്തിന് ഇതിനൊക്കെ നേരിടാനുള്ള കരുത്തുണ്ട്. അതിന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. ലോകത്തിൽ തന്നെ പിന്നെ പലയിടങ്ങളിലും ഏറ്റവും വികസിതമായ രാജ്യങ്ങളിൽ പോലും സാധിക്കാത്ത കാര്യം ഈ കേരളത്തിൽ നല്ല നിലയിൽ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ശരിയായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് നൽകുന്നതിന് മാധ്യമങ്ങൾ ഉൾപ്പെടെ സഹായകരമായ രീതിയിൽ സമൂഹത്തിന് സഹായകരമായ നിലയിലുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടത്. പക്ഷേ നിയമസഭയിൽ കാണുന്ന എന്താണ്? നിരന്തരമായ കുറ്റപ്പെടുത്തലാണ്. പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രിയെ വ്യക്തിപരമായി എങ്ങനെയാണ് ക്ഷീണിപ്പിക്കാൻ പറ്റുക? അതിന് പറ്റുന്ന രീതിയിൽ അവർ കരയുന്നത് വളരെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഒരു വീട്ടിൽ ചെന്ന് അവരുടെ സങ്കടത്തിൽ ഭാഗവാക്കായി അവർ കരയുമ്പോൾ അത് ഗ്ലിസറിൻ ഉപയോഗിച്ചുകൊണ്ടാണ് കരഞ്ഞത് എന്ന് വരെ പറയുന്നതിന് പരിണതപ്രജ്ഞരായിട്ടുള്ള ചില രാഷ്ട്രീയ നേതാക്കന്മാർ മുന്നോട്ടേക്ക് വന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. അത്ഭുതപ്പെടുത്തുകയോ ഞെട്ടിപ്പിക്കുകയോ ചെയ്യുന്നൊരു കാര്യമാണ്. ഈ ഗവൺമെൻറ് ആരോഗ്യ മേഖലയിൽ നല്ല നിലക്ക് കാര്യങ്ങൾ നിർവഹിച്ചു വരികയാണ്. കാരണം സാമ്പത്തികമായിട്ടുള്ള പ്രയാസമില്ല, ബുദ്ധിമുട്ടില്ല എന്നുള്ളതല്ല കാണുന്നത്. ഏറ്റവും കൂടുതൽ തുക ഈ ഗവൺമെൻറ് പിന്നെ വകയിരുത്തിയത് കിഫ്ബി വഴി മെഡിക്കൽ കോളേജുകൾ. എനിക്കറിയാം, എൻ്റെ മണ്ഡലത്തിൽ 3 താലൂക്ക് ആശുപത്രികളുണ്ട്. എൻ്റെ മണ്ഡലത്തിൽ 2ഉം, ഞാൻ നിൽക്കുന്ന പയ്യന്നൂർ താലൂക്കിൽ 3 താലൂക്ക് ആശുപത്രികളുണ്ട്. ഏതാണ്ട് ഒരു 300 കോടി രൂപയുടെ പ്രവർത്തനമാണ് ആ 3 താലൂക്ക് ആശുപത്രികളായിട്ട് നടന്നത്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും വികസന രംഗത്ത് ഈ കുതിച്ചുചാട്ടം കേരളം കൈവരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു മേഖലയാണല്ലോ ആരോഗ്യ മേഖല. സ്വാഭാവികമായിട്ടും പല രീതിയിലുള്ള വിഷയങ്ങളും 24 മണിക്കൂറും എന്ന് പറയുന്നത് പോലെ ഏത് നിമിഷവും എന്തും സംഭവിക്കാൻ പറ്റുന്ന നിലയിലുള്ളൊരു രംഗമാണ് ആരോഗ്യ മേഖല. അപ്പോൾ അവിടെ ഉള്ള ചെറിയ ചെറിയ ചില കാര്യങ്ങൾ വരുമ്പോൾ അതിനിങ്ങനെ പർവ്വതീകരിച്ച് കാണിക്കുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. പൊതുവിൽ ആശുപത്രികൾ എടുത്താൽ മരുന്നിൻ്റെ കാര്യത്തിൽ, മറ്റ് പിന്നെ പൊതുവിലുള്ള സാങ്കേതിക സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഒക്കെ മെച്ചപ്പെട്ട നിലയിൽ നിൽക്കുന്നു. ഒറ്റപ്പെട്ട ചില കാര്യങ്ങളുണ്ടാവും, അതിനെ പർവ്വതീകരിക്കുക അല്ലാതെ ചൂണ്ടിക്കാണിച്ച് പരിഹരിക്കേണ്ട ഒരു വിഷയമാണ്. അത് ന്യായമായിട്ടുള്ള പ്രതിപക്ഷ ധർമ്മമാണ്. അതിനെ ഗവൺമെൻറ് ആ നിലയിൽ തന്നെ ബഹുമാനപൂർവ്വം തന്നെയാണ് കാണുന്നത്. പക്ഷേ ഉയർന്നു വരുന്നൊരു രീതി കേരളത്തിൻ്റെ ഒരു സമൂഹത്തിന് ഗുണപരമായ രീതിയിലല്ല എന്നുള്ളത് ഇന്നത്തെ ചർച്ച അടിവരയിട്ട് കാണിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കേരളത്തിലെ പോലീസ് സംവിധാനം ആകെ ദുർബലമാണെന്ന് കാണിക്കുന്നതാണ് ഇന്നലെ നടന്നിട്ടുള്ള ചർച്ച. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഒരർത്ഥത്തിലുള്ള തികച്ചും രാഷ്ട്രീയമായ ഒരു കാഴ്ചപ്പാടോടുകൂടി കാര്യങ്ങളെ കാണുന്നു എന്നുള്ള വളരെ ആശങ്കയുണർത്തുന്ന ഒരു ചിത്രം പ്രതിപക്ഷം മുന്നോട്ടേക്ക് വെക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ശ്രീ റോണി കെ ബേബി, ഇപ്പോൾ ഈ വിഷയത്തിലാകെ നോക്കിയാൽ മുമ്പ് പറഞ്ഞതുപോലെ ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഒരു ആർഗ്യുമെൻറ്റ് ഇന്ന് ചർച്ചയിൽ കോഴിക്കോട് ജില്ലാ ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങി എന്നുള്ളതാണ് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഷംസുദ്ദീൻ പറഞ്ഞു വെച്ചത്. ഷംസുദ്ദീനാണ് പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നു. മന്ത്രി മറുപടി പറഞ്ഞപ്പോൾ നിങ്ങളത് കേട്ടിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്. കേട്ടിരുന്നെങ്കിൽ പ്രമേയം അവതരിപ്പിച്ചയാൾ, ഈ ആരോപണം ഉന്നയിച്ചയാൾക്ക് മന്ത്രിയോട് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിലൂടെ പ്രതിപക്ഷത്തിൻ്റെ തർക്കം ഉന്നയിക്കാമായിരുന്നു. മന്ത്രി അത് കേട്ടേനെ. മന്ത്രിക്ക് വീണ്ടും അതിൽ ശരിയാം വിധം വിശദീകരണം നടത്തേണ്ടി വരുമായിരുന്നു. ഇതൊന്നും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നാണ് പറഞ്ഞത്. ഇതുപോലൊരു വിഷയത്തിൽ നേരത്തെ ശ്രീ കെ.പി. അരവിന്ദൻ ഡോക്ടർ പറഞ്ഞതുപോലെ ഇതൊരു പഴിചാരി പരിഹാരം കാണേണ്ട വിഷയമല്ല ആരോഗ്യരംഗം. പക്ഷേ പ്രതിപക്ഷം ആ നിലയിൽ അതിനെ കണ്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വിഷയത്തിൽ നോക്കാം. ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങി എന്നാണ് പറഞ്ഞത്. പക്ഷേ മന്ത്രിയുടെ മറുപടിയിൽ 10 മാസം മുടങ്ങി എന്ന് പറഞ്ഞു. മന്ത്രി കണക്കുകൾ വെച്ച് പറഞ്ഞു. അവിടെ ഇൻ്റർവെൻഷനും പ്രൊസീജിയറും നടന്നു. ഈ മാസം ഓഗസ്റ്റ് മാസത്തിൽ മാത്രം 155 കേസുകൾ, ഏതാണ്ട് ഒരു വർഷത്തെ കണക്കാണ്, 926 കേസുകൾ ആ വിധം അവിടെ മുടങ്ങിയിട്ടില്ല എന്ന് മന്ത്രി മറുപടി വരും. നല്ലതാണ്. അങ്ങനെ ഒരു സംശയമോ മാധ്യമ വാർത്തകളുണ്ടെങ്കിൽ വെച്ചപ്പോൾ മന്ത്രിയുടെ മറുപടി അത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ, സഭയിൽ പറയുന്നതാണ്, രേഖയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമുക്ക് നോക്കാം. ഈ കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന ഈ ഇൻഷുറൻസ് പരിരക്ഷയുടെ കാര്യം. ഒരു കുടുംബത്തിന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കൊടുത്തിരുന്നത് 30,000 രൂപ വീതം കേവലം 40,000 പേർക്ക് മാത്രമായിരുന്നു. ഇപ്പോൾ അത് എത്തി നിൽക്കുന്നത് 5 ലക്ഷം പേർക്ക്, 5 ലക്ഷം രൂപ വീതം 6.5 ലക്ഷം പേർക്ക് നൽകുന്നു. 30,000 രൂപ 40,000 ആളുകൾക്ക്. ഇപ്പോഴത് LDF സർക്കാരിൻ്റെ കാലത്ത് 5 ലക്ഷം രൂപ വീതം 6.5 ലക്ഷം പേർക്ക്. നേരത്തെ റോണി പറഞ്ഞാൽ ഈ താരതമ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. കാരണം ആ താരതമ്യങ്ങൾ നിങ്ങൾക്കൊട്ടും സുഖകരമായി വരില്ല. കാരണം UDF സർക്കാരിൻ്റെ കാലത്ത് 5% മാത്രമായിരുന്നു നീക്കി പദ്ധതി വിഹിതമായി അല്ലെങ്കിൽ ബജറ്റ് അലോക്കേഷനായി വന്നിരുന്നത്. 15-16 മാത്രമാണ് കേട്ടോ ഞാൻ പറഞ്ഞു. ഇപ്പോഴത് ഏതാണ്ട് 7.8 ആരോഗ്യരംഗത്തിന് മാത്രമായിട്ടുള്ള നീക്കിയിരിപ്പ് വരുന്നുണ്ട്. ഈ താരതമ്യം അസ്വസ്ഥതപ്പെടുത്തുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഈ താരതമ്യം അടക്കം നടത്തുമ്പോൾ അതിൻ്റെ നേട്ടം സെൻസിബിളായി കാണുന്ന ആളുകൾക്ക്, മനുഷ്യർക്ക് ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും സ്വാഭാവികമായും സർക്കാരിന് അതിൻ്റെ ആനുകൂല്യം ലഭിക്കില്ലേ? അതിലെ സർക്കാർ ഇന്ന് ചെയ്തത്.
ഞങ്ങൾക്ക് ഈ താരതമ്യത്തിലൊന്നും ഞങ്ങൾക്ക് ഒരു അസ്വസ്ഥതയില്ല. നമ്മൾ യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായിട്ടും വസ്തുതകളെ വസ്തുതകളായിട്ടും കാണണം. എന്തുകൊണ്ടാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ മറുപടി കേൾക്കാൻ ഞങ്ങൾ കാത്ത് അവിടെ നിൽക്കാതിരുന്നത് എന്ന് ചോദിച്ചാൽ, കാരണം മന്ത്രിക്ക് പുതുതായിട്ടൊന്നും പറയാനില്ല. കാരണം നിയമസഭയ്ക്ക് പുറത്തും നിയമസഭയ്ക്ക് അകത്തും പറയുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. 4 ദിവസം മുമ്പ് നിയമസഭ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ചോദ്യവും ഇല്ലാതെ ഇവിടെ പ്രതിപക്ഷം ഒരു ആവശ്യവും മുന്നോട്ട് വെക്കാതെ, ഒരു വിമർശനവും മുന്നോട്ട് വെക്കാതെ മന്ത്രി വൺ സൈഡായിട്ട് പറയുകയാണ്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇത് റിപ്പോർട്ട് വന്നു, സർക്കാർ ഒന്നും ചെയ്തില്ല. എന്ത് പ്രകോപനമാണ് മന്ത്രിയുടെ ഭാഗത്തുണ്ടായത്? ഇവിടെ ഞങ്ങൾ ആരും മന്ത്രിയെ വിമർശിച്ചോ നിയമസഭയ്ക്ക് മുമ്പിൽ? ഇന്നലെയും അതേ ആരോപണം തന്നെ മന്ത്രി നിയമസഭയിൽ പറയുക. അപ്പോൾ ആ മന്ത്രി പറയുന്ന മറുപടി ഞങ്ങൾ കേൾക്കേണ്ടതില്ല. ഇവിടെ എന്താ ഞങ്ങളുടെ നിലപാട്? ഞങ്ങളോട് വളരെ കൃത്യമായി പറയാം. ഇപ്പോൾ നമ്മൾ അമീബിക് മസ്തിഷ്ക ജ്വരം മാറ്റി മറ്റു വിഷയങ്ങളിലേക്ക് പോയി. ഇതൊരു കണക്കോടെ ചൂണ്ടിക്കാണിക്കാം, അതിന് മറുപടി പറയണം. ഇത് കേരള സർക്കാർ ഔദ്യോഗികമായി നിങ്ങളുടെ ആരോഗ്യ വകുപ്പ് തന്നെ നൽകിയ കണക്കാണ്. വിവരാവകാശ നിയമപ്രകാരം ഈ കഴിഞ്ഞ ദിവസം വന്ന കണക്കാ. കോവിഡിന് ശേഷം 2020 മുതൽ 2025 വരെ കേരളത്തിൽ മരിച്ചവർ എണ്ണം അറിയാവോ? 72,175. ഇന്ത്യയിൽ മൊത്തം മരിച്ചത് 5.34 ലക്ഷം. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മഹാരാഷ്ട്ര 1.49 ലക്ഷം. കേരളത്തിൽ 72,175. അപ്പോൾ ഞങ്ങൾ ഈ കണക്ക് ചൂണ്ടിക്കാണിച്ചാൽ ഇന്ന് ഇന്ത്യയിൽ കോവിഡ് മരണം ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്യുന്ന 2ാമത്തെ സ്ഥലം കേരളമാണ്. അപ്പോൾ നമുക്ക് ഈ അവകാശപ്പെടാൻ എന്തുകൊണ്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങളെല്ലാം കണക്കിൽ ഞങ്ങൾ പിന്നെ അസ്വസ്ഥരാണ്, ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നു, ഞങ്ങൾ നുണ പറയുന്നു, ഞങ്ങൾ കുറ്റം പറയുന്നു. ഞാനൊരു കാര്യം കൂടെ പറയാം. ഇവിടെ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം അതോ ഇന്നലെയാണ് റിപ്പോർട്ട് ചെയ്തത് 2016. ഇപ്പോൾ 2016 മുതൽ ഇപ്പോൾ 9 വർഷം കഴിഞ്ഞു. ഈ 9 വർഷത്തിനകം നിങ്ങൾക്ക് ഇതുവരെ ഇതിന്റെ സോഴ്സ് കണ്ടുപിടിക്കാൻ കണ്ടിട്ടില്ലേ? നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു, വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടായി. ഇന്നത്തെ ഒരു കാര്യം തന്നെ പറയാം. ഇന്ന് പ്രതിപക്ഷം ഈ അടിയന്തര പ്രമേയം ഉന്നയിച്ചപ്പോൾ ഭരണപക്ഷം പറയുന്ന കാര്യം എന്താണെന്നറിയോ? ഞങ്ങൾ ആരുടെ കൊട്ടേഷൻ എടുത്തൊന്ന് വന്നേക്കുക. ഇവിടെ ഇവർ പറയുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടി ഇവിടുത്തെ പൊതുജനാരോഗ്യ രംഗത്തെ തകർക്കുകയാണ്, ഇവിടുത്തെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തെ തകർക്കുകയാണ്. അതാണ് നിങ്ങളുടെ പ്രശ്നം പറയുന്നത്. ഈ വിഷയത്തെ ക്രിയേറ്റീവായി കാണുന്നതിന് പകരം ഒരുപാട് കണക്കുകൾ പറഞ്ഞില്ല. ഞാൻ ഒരു കണക്ക് അങ്ങോട്ട് പറയാം. ഇവിടെ ഏറ്റവും അധികം ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ഹെൽത്ത് കെയറിന് വേണ്ടി ഇന്ന് സ്പെൻഡ് ചെയ്യുന്ന ഇന്ത്യയിലെ 2ാമത്തെ സ്ഥലമാണ് കേരളം. തമിഴ്നാട് ഉൾപ്പെടെയുള്ള മറ്റു സ്ഥലങ്ങളിലെല്ലാം ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ പകുതിയായെങ്കിൽ കേരളത്തിൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ രംഗത്ത് ആരോഗ്യ മേഖലയിൽ ഓരോ വ്യക്തിയും അവന്റെ ആരോഗ്യ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ട പണം. കാരണം എന്താ, ലോകത്ത് മറ്റൊരിടത്തും ഇല്ലാത്ത അസുഖങ്ങളെല്ലാം കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ വരുന്നു, ഇപ്പോൾ ഈ പറയുന്ന മസ്തിഷ്ക ജ്വരം വരുന്നു. ഇപ്പോൾ എന്തുകൊണ്ട് നമ്മൾ കാര്യം ഇതിനോട് ബഹുമാനപ്പെട്ട ഡോക്ടർ പറഞ്ഞു, ഇവിടെ ഒരുപാട് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യണം, അതിന് സോഴ്സ് കണ്ടുപിടിക്കണം. അമീബ എവിടുന്ന് വരുന്നത്? ഈ 9 വർഷമായിട്ട് ഈ അമീബയുടെ ഇതിന്റെ സോഴ്സ് എവിടെയാണ് പെറ്റുപെരുകുന്നത്, എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് കണ്ടുപിടിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ പറഞ്ഞു, ഇവിടെ ഞങ്ങൾ കണക്കുകൾ പെരുപ്പിച്ച് കാണിക്കുകയാണ്. ഇത് ഞങ്ങളുടെ കണക്കല്ലേ, KPCC കണ്ടുപിടിച്ച കണക്കല്ല. ഇവിടെ ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞ കണക്കാണ്. 19 പേര് കഴിഞ്ഞ 1 വർഷത്തിനകം മരിച്ചു. നിങ്ങൾ പറയുന്ന 24% വെച്ച് നോക്ക്. ഈ പറയുന്ന ടോട്ടൽ കേസുകളുടെ 24% മരിച്ചതെങ്കിൽ ഈ 19 എന്ന് പറയുന്നത് എത്രയും 24%. 100-ൽ പരം കേസുകൾ 1 വർഷത്തകം തന്നെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആരോഗ്യ വകുപ്പിന്റെ കണക്ക് പ്രകാരം ലോകത്തെമ്പാടും കഴിഞ്ഞ 60-70 വർഷത്തിനിടയിൽ 500 കേസുകൾ റിപ്പോർട്ട് ചെയ്തിടത്താണ് ഞാൻ നിങ്ങളുടെ ഡാറ്റ മാത്രമാണ് പറയുന്നത്. 19 മരണം ഔട്ട് ഓഫ് 24% വെച്ച് നോക്കുമ്പോൾ 100-ൽ പരം കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത് പറയാണ്. ഇവിടെ നമ്പർ 1 ആണ്. 28,000 കോവിഡ് കേസുകൾ മൂടിവെച്ച സംസ്ഥാനമാണ് കേരളം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ യാഥാർത്ഥ്യബോധം സംസാരിക്കുമ്പോൾ അത് നിങ്ങൾ വിമർശനമായിട്ട് കാണുന്നത്. ഞാൻ അതിൽ MLAയുടെ ഒരു മറുപടി അക്കാര്യത്തിൽ വേണ്ടതുണ്ട്. ആ മറുപടി വളരെ ചുരുക്കത്തിലൊന്ന് വേണം, ഞാൻ ഡോക്ടറിലേക്ക് വരുന്നതിന് മുമ്പ്. അതിനോടൊപ്പം ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇന്ന് ഈ ചർച്ചയിൽ നിന്ന് അല്ലെങ്കിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോകുമ്പോൾ ശ്രീ റോണി കെ ബേബി പറഞ്ഞതുപോലെ ഈ വിഷയങ്ങളിൽ മന്ത്രിക്ക് പുതുതായി ഒന്നും പറയാനില്ല എന്നും ആ മറുപടികളിൽ തൃപ്തരല്ല എന്ന നിലയിലും അതിൽ ബദൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുമാണോ പ്രതിപക്ഷ നേതാവ് ഇറങ്ങിപ്പോയത്? എൻ്റെ ഒരു സംശയമാണ്. MLA സഭയിലുണ്ടായിരുന്ന ആളാണ്, ഞങ്ങളാരും സഭയിലുള്ള ആളുകളല്ല. ഈ റോണി കെ ബേബി പറഞ്ഞതുപോലത്തെ ഒരു സമീപനം സ്വീകരിച്ചാണോ പ്രതിപക്ഷം ഇറങ്ങിപ്പോയത്? മന്ത്രിക്കൊന്നും പുതുതായി പറയാനില്ലായിരുന്നോ ഇന്നത്തെ മറുപടികളിൽ? അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച വിമർശനത്തിൽ ഒരു ചെറിയ പ്രതികരണം കൂടി വളരെ ചുരുക്കത്തിൽ. ഇന്നത്തെ മന്ത്രിയുടെ മറുപടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഓരോരാളും പറഞ്ഞതിനോട് പ്രതികരിച്ചുകൊണ്ട് അതിലെ വസ്തുതകളെ അംഗീകരിച്ച് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ടാണ് മന്ത്രി ഓരോരാളുടെ പേരെടുത്ത് പറഞ്ഞ് അവർ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ എന്താണ് എന്നത് പരാമർശിച്ചുകൊണ്ട് ഉള്ള മറുപടി ഫലപ്രദമായ നിലയിൽ ശരിയായ നിലയിലുള്ളൊരു മറുപടിയാണ് മന്ത്രി ഇന്ന് നടത്തിയത്. ആ പ്രസംഗം ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും അത് മനസ്സിലാവും. ഇവിടെ ഉന്നയിച്ചിട്ടുള്ള കാര്യം ഈ കേരളത്തിൽ ആളുകളുടെ ചികിത്സാ
ചെലവ് കൂടുന്നു എന്ന് പറയുന്ന കാര്യം അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളെ താരതമ്യം ചെയ്ത് ഈ കേരളത്തിൽ ചെലവ് കൂടുതലാണെന്ന് പറയുന്നതിൻ്റെ ഏത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നുള്ളത് പറയേണ്ടതുണ്ട്. കേരളത്തിൽ കോർപ്പറേറ്റ് ആശുപത്രികൾ വ്യാപകമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ചെലവ് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ശരിയാണ്, അവിടെ ചികിത്സ തേടി പോകുന്നവരിൽ നിന്ന് വലിയ നിലയിൽ തുക വാങ്ങുന്നുണ്ട്. അതിനെക്കൂടി പ്രതിരോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ, ഏറെക്കുറെ എല്ലാ ജില്ലയിലും കാത്ത് ലാബ് വന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ ഹൃദയ സംബന്ധമായിട്ട് അസുഖങ്ങൾ വരുന്നവർക്ക് കോവിഡാനന്തര കേരളത്തിൽ അത്തരം വിഷയങ്ങളുണ്ട്. അതുകൂടി കണ്ടുകൊണ്ടാണ് ഗവൺമെൻറ് കാത്ത് ലാബുകൾ വ്യാപകമായിട്ടും ഹൃദയ സംബന്ധമായിട്ടുള്ള പരിശോധനയ്ക്കുള്ള സംവിധാനങ്ങളും വ്യാപകമായിട്ടുണ്ടാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അവയവ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ, കരൾമാറ്റ ശസ്ത്രക്രിയ വരെ കേരളത്തിൽ ഈ പൊതുരംഗത്ത് പൊതുജന ആരോഗ്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഫലപ്രദമായ രീതിയിൽ കേരളത്തിൽ ഈ സംവിധാനം പ്രവർത്തിക്കുന്നു. നിങ്ങളാലോചിച്ച് നോക്കണം, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ വിശേഷിച്ചും തെലങ്കാന, കർണാടക എല്ലാം എടുത്താൽ 2 ലക്ഷത്തിനും 8 ലക്ഷത്തിനും ഇടയിലുള്ള ആളുകൾക്കാണ് ഒരു കുടുംബാരോഗ്യ കേന്ദ്രം. ഈ കേരളത്തിൽ 1 ലക്ഷത്തിൽ താഴെ ആളുകൾക്ക് ശരാശരി ഒരു കുടുംബാരോഗ്യ കേന്ദ്രം പ്രാഥമികമായിട്ട് എല്ലാ സൗകര്യങ്ങളോടുകൂടി ഇന്ന് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനത്തും ഇത്രയും മികച്ച നിലയിലുള്ള ഒരു ആരോഗ്യ പരിപാലന സംവിധാനം ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഈ കേരളത്തിൽ അങ്ങനെയുള്ളൊരു പൊതു സംവിധാനം ശക്തിപ്പെട്ട് നിൽക്കുമ്പോൾ ആളുകളുടെ ചികിത്സാ ചെലവ് താരതമ്യേന മറ്റുള്ളവരിൽ നിന്നും ഇവിടെ കൂടുതലാണ് എന്നൊക്കെ പറയുന്നത് ഏത് അടിസ്ഥാനത്തിലാണെന്നും കൂടി പറയണ്ടേ? ശരി, അത് പറയാൻ പിന്നുള്ളൊരു കാര്യം, ഈ മറുപടി തികച്ചും കേട്ടിരുന്നെങ്കിൽ അവസാനം ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നു. നിങ്ങൾക്കിതിനെക്കുറിച്ചിട്ട് വേറെന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ പറയാനുണ്ടെങ്കിൽ അതുകൂടി ഗവൺമെൻറ് കേൾക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അത് പറയുന്നതിന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷം സഭയിൽ ഉണ്ടാവണം എന്നവർ അഭ്യർത്ഥിച്ചു. അതിനെല്ലാം നിസാരവൽക്കരിച്ചിട്ടാണ് ഒരു കാര്യമില്ലാത്ത സമയത്ത് പ്രതിപക്ഷം ഇറങ്ങിപ്പോയത്. എന്തിനാണ് ഇറങ്ങിപ്പോയത്? എന്താ ഡിമാൻഡ്? ഓക്കെ, നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങൾ, ആരോഗ്യരംഗത്തേക്ക് ഉയർന്നു വരുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടല്ലേ ആരോഗ്യവകുപ്പ് മന്ത്രി പറയുക. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ഘട്ടങ്ങളിലും ഉയർന്നു വരുന്ന വിഷയങ്ങളോട് അവർ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും അല്ലാത്തൊരു വിഷയത്തിന്റെ പേരിലാണ് വളരെ അപ്രതീക്ഷിതമായി ഒരു കാര്യമില്ലാതല്ലേ കൺക്ലൂഷൻ യഥാർത്ഥത്തിൽ സംഭവിക്കാതെ പോയി എന്നുള്ളതാണ്. സർക്കാർ പറയുന്ന കാര്യങ്ങളിൽ പ്രതിപക്ഷം അവർ ഉന്നയിച്ചൊരു വിഷയത്തിൽ നിന്ന് അവർക്ക് ആ നിലയിലേക്ക് അത് പാതി വഴിയിൽ ഉപേക്ഷിച്ച നില അതിന് വന്നു ചേർന്നു എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി തോന്നിയത്. ഞാൻ ഡോക്ടർ കെ.പി. അരവിന്ദനിലേക്ക് വരുമ്പോൾ, ഡോക്ടർ ഈ ചെലവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ കേരളത്തിൻ്റെ പൊതുജനാരോഗ്യം പൊതുവായി അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് എന്ന് പറയുന്നൊരു നറേറ്റീവിലേക്ക് പോകാൻ ശ്രമിച്ചാൽ, അത്തരം ഒരു സാഹചര്യം, അത്തരം ഒരു വിമർശനമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാട് വന്നാൽ താങ്കൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുക? ഇപ്പോൾ തന്നെ മന്ത്രി ഇന്ന് സംസാരിച്ച് പ്രസംഗം അവസാനിപ്പിച്ച ഘട്ടത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമായി തോന്നിയത്, കേരളത്തെ ആകെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ളൊരു വിപുലമായ ലാബ് സംവിധാനം നമ്മുടെ ഈ പൊതുജനാരോഗ്യ സംവിധാനത്തോടൊപ്പം ചേർന്ന് വരാൻ പോവുകയാണ്. ദിവസങ്ങൾക്കുള്ളിൽ എന്തോ മറ്റോ ആരംഭിക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. ഗ്രാമങ്ങളെയും നഗരങ്ങളെയും വൻകിട ലാബുകളെയും ഒക്കെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള നിർണയ എന്ന പേരിലൊരു ലാബ് സംവിധാനം കൂടി വരാൻ പോകുന്നു നമ്മുടെ ആശുപത്രി സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട്, പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട്. പക്ഷേ ആ പൊതുജനാരോഗ്യം അപകടകരമായ ഒരു അവസ്ഥയിലാണ് എന്നൊരു പ്രതീതി രൂപപ്പെടുത്താൻ ശ്രമിച്ചാൽ താങ്കൾ എന്താണ് പറയുക? അതിലാദ്യമായിട്ട് ശ്രീ റോണി കെ ബേബി പറഞ്ഞ തെറ്റിദ്ധാരണാജനകമായ 2 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് കോവിഡ് മരണങ്ങളെ പറ്റിയാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ കാര്യത്തിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡാറ്റയെ പറ്റി ധാരണയുണ്ടെന്ന് തോന്നുന്നില്ല. ഇത് ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള 5 ലക്ഷം മരണമാണ് ആകെ ഇന്ത്യയിലുള്ളത് എന്നുള്ളത്. കേരളത്തിൽ 50,000 60,000 മരണങ്ങളുണ്ട്. ആ ഡാറ്റ ഇപ്പോൾ ഏറ്റവും അടുത്ത് വന്നിട്ടുള്ള രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്തിൻ്റെ കണക്കുകൾ ഇന്ത്യ ഗവൺമെൻറ് തന്നെ പുറത്ത് വിട്ടിട്ടുണ്ട്. അത് പ്രകാരം ഏതാണ്ട് 20 മുതൽ 30 ലക്ഷം മരണങ്ങൾ വരെ അണ്ടർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ ലാൻസെറ്റിൽ വന്നുള്ള ലേഖനങ്ങൾ, ലോകാരോഗ്യ സംഘടന, മറ്റുള്ള യൂറോപ്യൻ ഏജൻസികൾ എല്ലാവരും പൊതുവെ പറയുന്ന കാര്യമാണ്, ഇന്ത്യയിൽ മാസീവായിട്ട് അണ്ടർ റിപ്പോർട്ടിങ് കോവിഡിൻ്റെ നടന്നു. അത് എത്ര ഇരട്ടിയാണെന്നറിയോ? ഗുജറാത്തിൽ 30 ഇരട്ടിയാണ്, 33 ഇരട്ടിയാണ് അണ്ടർ റിപ്പോർട്ടിങ്, മടങ്ങ് കുറവാണ് കോവിഡ് മരണം കാണിച്ചിട്ടുള്ളത്. ഇതാണ് ഇന്ത്യയിലുള്ള എല്ലാ സ്ഥലത്തെ സ്ഥിതി.
കേരളം ആ കണക്കുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആകെ ഒരേ ഒരു സംസ്ഥാനത്തിലാണ് ഏതാണ്ട് തുല്യമായ രീതിയിൽ കണക്കുള്ളത്, കേരളമാണ്. ഈ കണക്ക് ഇപ്പോൾ വളരെ വ്യാപകമായി ലഭ്യമാണ്. ഇപ്പോഴും ഈ പഴയ 5 ലക്ഷത്തിൻ്റെ കണക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് കഷ്ടമാണ് സ്ഥിതി. നിങ്ങളൊക്കെ കുറച്ചുകൂടെ പഠിക്കണ്ടേ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി. മറ്റൊരു കാര്യം, ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ശരിയാണ്, കേരളമാണ് ഏറ്റവും അധികം. ഇത് ലേറ്റസ്റ്റ് കാര്യമാണ് ഇപ്പോൾ ഡോക്ടർ കെ പി അരവിന്ദൻ പറഞ്ഞത്. വലിയ വാർത്തയായിരുന്നു. അതും കഴിഞ്ഞ് ലേറ്റസ്റ്റ് കാര്യമാണ് പറയുന്നത്. അല്ലല്ല, അല്ല, അതിനും ശേഷം പറഞ്ഞോളൂ ഡോക്ടർ. അല്ലല്ല, അത് തെറ്റാണ്. താങ്കൾ ഒന്ന് പ്ലീസ് ഗോ ആൻഡ് ചെക്ക്. മറ്റൊരു കാര്യം, ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ. തീർച്ചയായിട്ടും കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഉള്ളത്. അതിനുള്ള കാരണം എന്താണ്? ഇപ്പോൾ ബീഹാറും കേരളവും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കിക്കോളൂ. ബീഹാറിൽ ഗുരുതരമായിട്ടുള്ള ഒരു രോഗം വരുന്ന ഒരാളൊക്കെ എന്താണ് അയാളുടെ, സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻഡിച്ചറും ഇല്ല. കാരണം അയാളുടെ മുന്നിൽ ഒന്നുമില്ല, ചികിത്സയില്ല. അതും ഇവിടെ മിക്കവാറും എല്ലാ ചികിത്സയും എങ്ങനെങ്കിലും പണം സ്വരൂപിച്ച് പോയി സംവിധാനങ്ങളുള്ളത് കൊണ്ട് ആ ചികിത്സ നേടുന്ന ഒരു സ്ഥലവും തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് കേരളം ഓൾമോസ്റ്റ് ഒരു വികസിത രാജ്യത്തിൻ്റെ മാതിരിയുള്ള ഫെസിലിറ്റീസ് മിക്കവാറും ജനങ്ങൾക്കൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് ഇവരെല്ലാം പോയി എന്ത് കാര്യത്തിന് ചികിത്സിക്കുന്ന ഒരു സ്ഥലത്ത് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കൂടുതലായിരിക്കും. അവിടെ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ പങ്ക് കൂടുതലാക്കുന്ന വഴി മാത്രമേ ഇത് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിയുള്ളൂ. ആ പങ്ക് കൂടുതലാക്കാൻ വേണ്ടി ഉള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒന്നും വേണ്ട, കഴിഞ്ഞ ഒരു 20 വർഷക്കാലം കൊണ്ട് ഇവിടെ വന്നിട്ടുള്ള മാറ്റങ്ങളെപ്പറ്റി ഞാൻ 40-45 വർഷമായി കേരളത്തിലെ ആരോഗ്യ സംവിധാനങ്ങളുടെ അകത്തും അതോടൊപ്പം തന്നെ നിരീക്ഷിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ 20 വർഷം വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഈ മാറ്റങ്ങൾ വളരെ വലിയ മാറ്റമാണ് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ 2006 മുതൽ തുടങ്ങി വെച്ചിട്ടുള്ള പല പദ്ധതികളും. കേരളത്തിലെ ഒരു ശരാശരി ആശുപത്രി, സർക്കാർ ആശുപത്രി പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള ഫെസിലിറ്റീസും ഇന്ത്യയിൽ മറ്റുള്ളൊരു സ്ഥലത്ത് സമാനമായിട്ടുള്ളൊരു ആശുപത്രി, താലൂക്ക് ആശുപത്രിയാണെങ്കിൽ താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രിയാണെങ്കിൽ ജില്ലാ ആശുപത്രി, സമാനമായി മറ്റുള്ളൊരു സ്ഥലത്തും പോയി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. ഈ കിഫ്ബി വന്ന സമയത്തൊക്കെ അതിന് ഒരുപാട് ചീത്ത പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ഫലങ്ങൾ ഇന്ന് കണ്ടു തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഫെസിലിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ ബ്ലോക്ക് തലത്തിൽ വരെ ഡയാലിസിസ് സെൻറ്ററുകളുണ്ട് ഇവിടെ. ആൻജിയോപ്ലാസ്റ്റി, ഹൃദയ ശസ്ത്രക്രിയ, ട്രാൻസ്പ്ലാന്റേഷൻ വരെ ജില്ലാ ആശുപത്രിയിൽ നടത്തുന്ന വേറെ ഏത് സംസ്ഥാനമാണ് കേരളത്തിൽ, ഇന്ത്യയിലുള്ളത്? അപ്പോൾ ഇത്രയും വലിയ മാറ്റങ്ങൾ വന്നിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഈ മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റത്തിൻ്റെ ഫലമായിട്ട് ഇന്ന് 2004 കണക്ക് പ്രകാരം 30% പേര് മാത്രം സർക്കാർ ആശുപത്രികളെ ആശ്രയിച്ചിരുന്നെങ്കിൽ ഇന്നത് 47% വർദ്ധിച്ചിരിക്കുന്നു. ആ ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത് പോരാ, ഇത് കൂടുതലായിട്ട് വേണം. നമ്മളെ ഏറ്റവും അധികം പിന്നോട്ടടിക്കുന്ന കാര്യം കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ആരോഗ്യ മേഖലയിൽ പല ഫണ്ടിങ്ങും തരുന്നില്ല, നമുക്ക് നിഷേധിക്കപ്പെടുന്നു. ഇതിനെ ഒന്നിച്ച് നിന്നുകൊണ്ട് UDF ഉം LDF ഒന്നിച്ച് നിന്നുകൊണ്ട് ഇത് ഡിമാൻഡ് ചെയ്യുക എന്നുള്ളതാണ് കേരളത്തിലെ ജനതയോട് രണ്ടു കൂട്ടർക്കും ചെയ്യേണ്ട കാര്യം. അത് നടക്കാതെ ഈ തമ്മിൽ ഈ കാര്യത്തിൽ തല്ലുകൂടുന്നതിൽ ഒരു അർത്ഥമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഒന്നിച്ച് നിന്നുകൊണ്ട് UDF LDF ഒന്നിച്ച് നിന്ന് കേന്ദ്ര സർക്കാരിൽ നിന്ന് വേണ്ട കാര്യങ്ങൾ പിടിച്ചു വാങ്ങുകയാണ് വേണ്ടതെന്ന്. വളരെ പ്രസക്തമായ, കാരണം ഇന്ന് സഭയ്ക്കകത്ത് വന്ന ചർച്ചയുടെയും അപ്പുറത്തേക്ക് ഈ ചർച്ചയിൽ പോയി കേരളത്തിൻ്റെ പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് അതിനെ ശക്തിപ്പെടുത്താൻ എന്തൊക്കെ തരത്തിലുള്ള യോജിപ്പുണ്ടാകണം, ഏതൊക്കെ തരത്തിലുള്ള യോജിപ്പുണ്ടാകണം, എവിടെയാണ് അടിസ്ഥാന പ്രശ്നങ്ങൾ, എത്ര വലിയ മികവുകൾ കഴിഞ്ഞൊരു 20 വർഷക്കാലം നോക്കി അതിൽ തന്നെയും 2006 മുതൽ നോക്കിയാൽ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു, കിഫ്ബിയുടെ വരവോടുകൂടി അടക്കം എന്നത് ഊന്നി പറയേണ്ട കാര്യമാണ് എന്ന് ഡോക്ടർ കെ പി അരവിന്ദൻ ഇപ്പോൾ ഈ ചർച്ചയിൽ പറഞ്ഞത് ഏറ്റവും പ്രസക്തമായ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഡോക്ടർ കെ പി അരവിന്ദനിലേക്ക് ഒരു തവണ കൂടി നേരത്തെ അദ്ദേഹം പറഞ്ഞ പോയിന്റിൽ ഒരു കാര്യം കൂടി ഒന്ന് കൂട്ടിച്ചേർത്ത് പറയാനുണ്ട് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഡോക്ടർ വേഗത്തിൽ. ഇത് ശിശുമരണ നിരക്കിൻ്റെ ഒരു ലേറ്റസ്റ്റ് ഡാറ്റ വന്നു. 5,000 കുറഞ്ഞു എന്നുള്ളത്. നമ്മൾ ഏറെ കാലം ശിശുമരണ നിരക്ക് കുറഞ്ഞു വന്നിട്ട് പിന്നെ ഒരു പ്ലാറ്റോ ചെയ്ത് 13-12 ഇങ്ങനെ കുറേ കാലം അങ്ങനെ നിൽക്കുമായിരുന്നു. UDF ഭരണകാലത്ത് ഉള്ള 11 മുതൽ 16 വരെ 12 എല്ലാ വർഷവും.
അത് കഴിഞ്ഞ് ലാസ്റ്റ് 10 ഇയേഴ്സിലാണ് പ്രത്യേക പദ്ധതി, അതായത് ഹൃദയം പോലെയുള്ള ഹൃദയ ശസ്ത്രക്രിയ മുതലായുള്ള ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്ന് ആണ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഈ 12-ൽ നിന്ന് താഴെ കൊണ്ടുവന്ന് 5-ലെത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു. അത് ഞാൻ പറയുന്നത് വളരെ വലിയൊരു നേട്ടമായിട്ട് നമ്മളതിനെ കാണണം എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ശ്രീ ജേക്കബ് ജോർജ്, ഞാൻ നേരത്തെ താങ്കളോടത് ചോദിച്ചു, പക്ഷേ അടിയന്തര പ്രമേയങ്ങൾ പ്രതിപക്ഷത്തിന് ബാക്കിയായി സമ്മാനിച്ചത് എന്ത് എന്നതിൻ്റെ ഒരു രാഷ്ട്രീയ ചോദ്യം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് കാലങ്ങൾക്ക് ശേഷം ശ്രീ എ കെ ആൻ്റണിക്ക് പാർട്ടി ഓഫീസിൽ വന്ന് വാർത്താസമ്മേളനം വിളിക്കേണ്ടി വന്നു എന്നുള്ളൊരു ദുര്യോഗമുണ്ടായി. കാരണം അദ്ദേഹം വല്ലാതെ വലിച്ചിഴക്കപ്പെട്ടു ഇന്നലെ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തെ തുടർന്ന് ആ ചർച്ചയിൽ. ശിവഗിരി മഠത്തിൽ നടത്തിയ പോലീസ് അതിക്രമവും അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കെ, അതുപോലെ തന്നെ മുത്തങ്ങ സംഭവവും മുത്തങ്ങയിലെ നരവേട്ടയുമൊക്കെ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അടിയന്തര പ്രമേയം പ്രതിപക്ഷത്തിന് സമ്മാനിച്ചത് എന്ത് എന്നൊരു ചോദ്യം വരുന്നത് അവിടെയാണല്ലോ. അല്ല, മുത്തങ്ങ സംഭവം, വർക്കല ശിവഗിരിയിലെ പ്രശ്നം, ഇതൊക്കെ അന്നത്തെ കാലത്തെ വലിയ ദുരന്തങ്ങളായിരുന്നു. പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ വലിയ വീഴ്ചകളായിരുന്നു എന്നുള്ള കാര്യം ഞാൻ അന്ന് എനിക്ക് നേരിട്ട് കണ്ടതാണ്, നേരിട്ട് റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ അത് പ്രതിപക്ഷത്തിന് പറയാമായിരുന്നു. അതെ, പിന്നെ ശക്തമായിട്ട് എഴുതിയിട്ടുള്ളതാണ്, വളരെ ശക്തമായിട്ട്. മുത്തങ്ങായി ഞാൻ പോയി, അന്ന് തന്നെ ഞാൻ പോയി. അന്ന് ഞാൻ കോഴിക്കോട്ടുണ്ടായിരുന്നു, നേരെ മുത്തങ്ങയിലേക്ക് പോവുകയും ചെയ്തു. ഇപ്പം ശരത്തെ, ഇതിനകത്ത് ആത്യന്തികമായ പ്രശ്നം ഡോക്ടർ അരവിന്ദനാഥ് വളരെ വിശദമായിട്ട് അപഗ്രഥിച്ച് തന്നെ വിശദീകരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു കാഴ്ചപ്പാട് അതിൻ്റെ പിന്നിലുണ്ട്, സംശയമൊന്നുമില്ല. ഞാൻ പറയട്ടെ, ഈ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസസ്, നമ്മൾ തിരുവനന്തപുരത്തെ ഒരാൾക്ക് ഒരു ചുമ വന്നാൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഫൈനാൻഷ്യൽ സ്ട്രക്ചർ അനുസരിച്ചിരിക്കും, അത് നേരെ കിംസിൽ പോകണം. അത് ഒരു സ്റ്റാറ്റസ് സിമ്പലാണ്. കിംസിൽ പോവുക, ഡോക്ടറെ, സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണുക. ഒരു ചുമ്മാതെ ഒരു തുമ്പലോ വല്ലതോ ഉണ്ടായാൽ പോലും, അല്ലാതെ ഗ്യാസ് ട്രബിൾ കൊണ്ട് ഉണ്ടായാൽ ഉടനെ കാർഡിയോളജിസ്റ്റിനെ കാണണം. അതൊക്കെ കേരളത്തിൻ്റെ ഉയർന്ന ആരോഗ്യ ബോധത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. തിരുവല്ല ഞങ്ങളുടെ നാട്, അവിടെയാണെങ്കിൽ 3 മെഡിക്കൽ കോളേജ് ആശുപത്രികളുണ്ട്. തിരുവല്ല ജംഗ്ഷനിൽ തന്നെ, കൊച്ചു പട്ടണമാണ്, പക്ഷേ അവിടെ 3 മെഡിക്കൽ കോളേജ്, 2 മെഡിക്കൽ കോളേജ്. പിന്നെ അവിടെ ഞങ്ങളുടെ മർത്തോമ സഭയുടെ ഒരു ആശുപത്രിയുണ്ട്, ഫെലോഷിപ്പ്. നിസ്സാര കാശ് കൊടുത്താൽ അവിടെ ഡയാലിസിസ് ഒക്കെ പാവപ്പെട്ടവർക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനത്തെ ഒരു ആശുപത്രി ഉണ്ട് അവിടെ. അങ്ങനെ കേരളത്തിൽ അങ്ങോളം ആശുപത്രിയുണ്ട്. പിന്നെ മെഡിക്കൽ രംഗത്തെ പുരോഗതി, ആരോഗ്യ രംഗത്തെ പുരോഗതി ഒരു സർക്കാരിൻ്റെ മാത്രം ഇതല്ല. അത് വർഷങ്ങളായിട്ട് 57-ലെ EMS ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ശ്രദ്ധ ചെലുത്തിയ 2 വകുപ്പുകളാണ് ആരോഗ്യ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും. അന്ന് തുടങ്ങിയ മാറി മാറി വന്ന സർക്കാരുകൾക്ക് അവഗണിക്കാൻ പാടില്ലാത്ത 2 മേഖലകളാണ് വിദ്യാഭ്യാസവും ആരോഗ്യവും. അതിൻ്റെ നേട്ടങ്ങളുടെ ആകത്തുകയാണ് ഇന്ന് നമ്മൾ കാണുന്ന വലിയ നേട്ടങ്ങൾ എന്ന് തന്നെ ഞാൻ പറയും. റോണി, വളരെ ചുരുക്കത്തിൽ രണ്ടുപേരിലേക്കും, അതായത് ഇന്നലത്തെ അടിയന്തര പ്രമേയം, അതിൻ്റെ ബാക്കി പത്രമല്ല ഇന്നത്തെ എ കെ ആൻ്റണിയുടെ വാർത്താ സമ്മേളനം. കാരണം മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ അവിടെ എ കെ ആൻ്റണിയും കരുണാകരനുമൊക്കെ പോലീസ് കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു. പ്രതിപക്ഷം കേട്ടിരുന്നു. പ്രതിപക്ഷ നേതാവിന് ഭരണപക്ഷത്തെ ഏതെങ്കിലും തരത്തിൽ തിരുത്താനോ ഇടപെടാനോ കഴിഞ്ഞില്ല. ഇന്നൊടുവിൽ അദ്ദേഹത്തിന് വാർത്താ സമ്മേളനം നടത്തേണ്ടി വന്നു, തനിക്ക് പറ്റിയ തെറ്റുകളെക്കുറിച്ച് പറയേണ്ടി വന്നു. അപ്പോൾ ഈ അടിയന്തര പ്രമേയത്തിൻ്റെ ചർച്ചയുടെ ആകത്തുക അതാണെന്നേ. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തിന് തീരാ ദുഃഖമായി തീർന്ന വലിയ തെറ്റുകൾ സംഭവിച്ചു എന്ന് പറയേണ്ടി വന്നു ഇന്ന് വാർത്താ സമ്മേളനത്തിൽ. എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, ഡോക്ടർ പറഞ്ഞ ഔട്ട്ഡേറ്റഡ് ആണ്. ഞാൻ പറഞ്ഞ ഡേറ്റ സെപ്റ്റംബർ 17, 2025 ഇന്ന് രാവിലെ 8:06 ഇന്ന് അപ്ഡേറ്റ് ചെയ്ത വാർത്തയാണ്. 2020 മുതൽ 2025 ഓഗസ്റ്റ് 8 വരെ കേരള സർക്കാർ നൽകിയ വിവരാവകാശ പ്രകാരം നൽകിയ ഡേറ്റ പ്രകാരമാണ് കേരളത്തിൽ 77,175 പോസ്റ്റ് കോവിഡ് ഡെത്ത് സംഭവിച്ചു എന്നത് കേരള സർക്കാരിന്റെ ഡേറ്റ വെച്ചാണ്. എനിക്ക് അതിനകത്ത് തെറ്റുപറ്റിയിട്ടില്ല, വളരെ കൃത്യമായിട്ടുള്ള ഡേറ്റയാണ് പറഞ്ഞത്. ഇന്ന് രാവിലെ 8 മണിക്ക് വിഷയത്തിലേക്ക് എന്റെ സമയം തീർന്നുകൊണ്ടാണ്. അല്ല, ഞാൻ അതിന് മറുപടി ഞാൻ പറഞ്ഞു. എനിക്ക് എത്ര ഡോക്ടർ, ഞാൻ ഔട്ട്ഡേറ്റഡ് ആണ്, ഞാൻ തെറ്റായ ഡേറ്റ ശ്രീ മസൂദൻ എം എൽ എ ആരോഗ്യപരമായ രീതിയിൽ കേരളീയ സമൂഹത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നതിന് പ്രയോജനകരമല്ല പ്രതിപക്ഷത്തിൻ്റെ നിലപാട്. അത് ഇന്നലെ കണ്ടു, അത് ഇന്നും കാണുന്നു. അല്ല, ഇന്നിപ്പോൾ ഈ ആന്റണി വാർത്താ സമ്മേളനം നടത്തേണ്ടി വന്നത് പ്രതിപക്ഷം സമ്മാനിച്ച ഒരു സാഹചര്യമാണോ? അത് പ്രതിപക്ഷം യഥാർത്ഥത്തിൽ ആന്റണി കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തെ ആകെ പ്രയാസത്തിലാക്കി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങളും ഭാവവും വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. ആ 21 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആന്റണി എനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത്. പിന്നെ അതിന് അദ്ദേഹം പല ന്യായങ്ങളും പറയുന്നുണ്ട്. അദ്ദേഹത്തെ പോലുള്ള ബഹുമാന്യനായിട്ടുള്ള ഒരു വളരെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാവിന് 2 ദശകം കഴിഞ്ഞ് ഇങ്ങനെ പറയേണ്ടി വരിക, അതിന് വഴിയൊരുക്കിയത് യഥാർത്ഥത്തിൽ
UDF ആണ്, കോൺഗ്രസ് തീർച്ചയായും നേതൃത്വമാണ്. കേരളത്തിലെ പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ നേതാവിനും ആ നിലയിൽ അത് അഭിമാനിക്കാം. കാരണം അവരുടെ ഒരു അടിയന്തര പ്രമേയത്തെ തുടർന്ന് ഇന്നലെ ഉണ്ടായ ചർച്ചയിലാണ് വലിയ തോതിൽ അത് ചർച്ച ചെയ്തപ്പോൾ കെ കരുണാകരൻ്റെ ഭരണകാലവും അതുപോലെ AK ആൻ്റണിയുടെ ഭരണകാലവും ഒക്കെ വന്നത്. ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ച് ശിവഗിരിയിൽ നടത്തിയ പോലീസ് അതിക്രമത്തിൽ ദുഃഖമുണ്ട്, തെറ്റുപറ്റി എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. മുത്തങ്ങയിലെ നരവേട്ടയുമായി ബന്ധപ്പെട്ട് മുത്തങ്ങ സംഭവങ്ങളുടെ പേരിൽ തെറ്റുപറ്റിയെന്ന് AK ആൻ്റണിക്ക് പറയേണ്ടി വന്നത് പ്രതിപക്ഷം ഇന്നലെ കൊണ്ടുവന്ന ഒരു അടിയന്തര പ്രമേയത്തിൻ്റെ സൃഷ്ടിയാണ്. അതുപോലെ മറ്റൊന്ന് ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് അടിയന്തര പ്രമേയത്തിന് മറുപടി മന്ത്രി പറയുന്ന ഘട്ടത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുമ്പോൾ വീണ ജോർജിനെ അവഹേളിക്കും വിധത്തിലേക്ക് അപ്പുറത്തു നിന്ന് N ഷംസുദ്ദീൻ MLA സംസാരിച്ചു എന്നുള്ളതാണ്. എന്താണ് ഹീനമായി മന്ത്രിയെക്കുറിച്ച് പറഞ്ഞത് എന്നൊരു ചർച്ച പൊതുവിൽ നടക്കുന്നുണ്ട്. പക്ഷേ സ്പീക്കർ അത് കേട്ടിരിക്കുന്നു. സ്പീക്കർ അപ്പോൾ തന്നെ ഇടപെട്ടു. സ്പീക്കറാണ് ആദ്യം ഇടപെട്ടത്. ശരിയല്ല ഈ കാട്ടുന്നത് എന്ന് ആ അംഗത്തെ തിരുത്താൻ ശ്രമിക്കുന്നതും കണ്ടു. അങ്ങനെയും സംഭവിച്ചു. എന്താണ് ഷംസുദ്ദീൻ ആരോഗ്യമന്ത്രിയെ ഏറ്റവും മോശമായി ആ സഭയ്ക്കുള്ളിൽ വെച്ച് പറഞ്ഞത് എന്ന തരത്തിലുള്ള ഒരു സാഹചര്യം നിൽക്കുന്നു. ഇന്നലത്തെ പ്രതിപക്ഷത്തിൻ്റെ ഇടപെടൽ കൊണ്ട് ആൻ്റണിക്ക് ഇന്ന് വാർത്താ സമ്മേളനവും നടത്തേണ്ടി വന്നു. വളരെയധികം നന്ദി 4 പേർക്കും ഞങ്ങൾക്കൊപ്പം സഹകരിച്ചതിന്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.